ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് നമ്മൾ ദൈവഭക്തിക്കായിട്ടുള്ള ഒരുക്കം എന്ന വിഷയമാണ് ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ദൈവഭക്തി എന്നുള്ളത് സ്വതവേ നമ്മളിലേക്ക് കടന്നു വരുന്ന ഒരു വസ്തുതയല്ല. നമുക്ക് പ്രാരംഭമായിട്ടൊരു വാക്യം വായിച്ച് മുന്നോട്ട് പോകാം. സദൃശവാക്യം 1:29. നമുക്കിവിടെ നിന്ന് കാണാൻ സാധിക്കുന്നത് ദൈവഭക്തി എന്നുള്ളത് തിരഞ്ഞെടുക്കേണ്ട ഒരു വിഷയമാണ്. ഞാനിത് ഈ സെഷൻ ആരംഭിക്കുന്ന സമയത്ത് തന്നെ പറഞ്ഞിരുന്നു, നമ്മളൊക്കെ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് കർത്താവിൻ്റെ കൃപയാൽ ദൈവത്തിൻ്റെ മക്കളായി തീർന്നവർ ആണ്. നമ്മളൊക്കെ ആ രീതിയിൽ ദൈവവിശ്വാസികളാണ്. ക്രിസ്തുവിലുള്ള വിശ്വാസം ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. പക്ഷേ ദൈവഭക്തി എന്ന് പറയുന്നത് നമ്മുടെ തിരഞ്ഞെടുപ്പാണ്. നമ്മളെല്ലാവരും വിശ്വാസികളാണ്, പക്ഷെ എല്ലാവരും ഭക്തന്മാർ ആയിരിക്കണമെന്നില്ല. ദൈവഭക്തനായിട്ട് ജീവിക്കുക എന്ന് പറയുന്നത് അത് ഒരു വ്യക്തിയുടെ തിരഞ്ഞെടുപ്പാണ്. നമ്മളെ കർത്താവ് തൻ്റെ മക്കളാക്കി തീർത്തു, അത് നമ്മുടെ തിരഞ്ഞെടുപ്പല്ല, അത് ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പാണ്. അത് ദൈവത്തിൻ്റെ കൃപയാണ്. ദൈവമാണ് തൻ്റെ പുത്രനിലേക്ക് നമ്മളെ ആകർഷിച്ചത്. ഇല്ലെങ്കിൽ നമുക്കതിന് കഴിവ് ശരിക്കും ഇല്ല. കാരണം അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചു കിടക്കുന്ന ഒരു മനുഷ്യനെ എങ്ങനെ ദൈവത്തെ തിരഞ്ഞെടുക്കാൻ പറ്റും? അങ്ങനെയുള്ളൊരു കഴിവ് നമുക്കില്ലായിരുന്നു. എന്നാൽ ദൈവത്തിൻ്റെ കൃപയാൽ ദൈവം നമ്മെ തന്നിലേക്ക് ആകർഷിച്ചു. രക്ഷയുടെ പൂർണ്ണമായിരിക്കുന്ന മഹത്വവും സ്വർഗത്തിലെ ദൈവത്തിൻ്റെതാണ്. നമ്മൾ വായിക്കുന്നത് പോലെ നാം അവനെ സ്നേഹിച്ചതല്ല, അവൻ ആദ്യം നമ്മെ സ്നേഹിച്ചതാണ്. അതാണ് അതിൻ്റെ വസ്തുത. എന്നാൽ ദൈവഭക്തി അങ്ങനെയല്ല. ദൈവഭക്തി നമ്മുടെ തിരഞ്ഞെടുപ്പും കൂടെ അതിനകത്തുണ്ട്. നമുക്കറിയാം, നമ്മൾ സഭയിൽ നല്ല മെസ്സേജസൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സൊന്ന് ഉഷാറാവും, അല്ലേ? നമ്മളൊന്ന് ചൂട് പിടിക്കും. അപ്പോൾ നമ്മൾ മനസ്സിലിങ്ങനെ കേൾക്കുമ്പോൾ വിചാരിക്കും, ഇതൊന്നും നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കണം. അങ്ങനെ ഒരു നല്ല ചിന്തയോടു കൂടിയൊക്കെയാണ് നമ്മൾ മെസ്സേജ് കഴിയുമ്പോൾ എഴുന്നേറ്റ് പോകുന്നത്. പക്ഷെ നല്ലൊരു പങ്കും സംഭവിക്കുന്നത് അത് ഏകദേശം മണിക്കൂറുകൾ മാത്രമേ നിലനിൽക്കുന്നൊരു വസ്തുതയാണ്. കുറച്ച് കഴിയുമ്പോൾ അതൊക്കെ അങ്ങ് തണുത്തു പോകും. എല്ലാവരുടെ ജീവിതത്തിൽ ഈ പ്രശ്നമുണ്ട്. അത് എൻ്റെ ജീവിതത്തിലടക്കം എല്ലാവരുടെ ജീവിതത്തിൽ ഈ പ്രശ്നമുണ്ട്. നമ്മൾ വചനം കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തെ അത് വളരെ ഉത്തേജിപ്പിക്കും. അത് നല്ലതാണെന്ന് നമുക്ക് ബോധ്യമാകും. ദൈവാത്മാവ് നമ്മളോട് സംസാരിക്കും. അതൊക്കെ ശരിയാണ്. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ അതൊക്കെ തണുത്ത് താഴേക്ക് വീഴും. നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു ചൊല്ലുണ്ട്, കാറ് പോകുമ്പോൾ കരിയില പറക്കുന്ന പോലെ നമ്മുടെ വിശ്വാസമെന്ന്. അത് കാറങ്ങ് പോയി കഴിയുമ്പോൾ തന്നെ താഴേക്ക് അങ്ങ് വരും, അപ്പോൾ ഒന്ന് പൊങ്ങും. ഇത്രയേ ഉള്ളൂ നമ്മുടെ വിശ്വാസം എന്ന്, അല്ലെങ്കിൽ നമ്മുടെ ഭക്തി എന്നൊക്കെ ആളുകൾ പറയാറുണ്ട്. ഒരു പരിധി വരെ സത്യമാണ്. എന്നാൽ ദൈവഭക്തനായിട്ട് ജീവിക്കുക എന്ന് പറയുന്നത് നമ്മളുടെ ഒരു തിരഞ്ഞെടുപ്പാണ്. അതിന് നമ്മൾ മനസ്സ് വെക്കേണ്ട ആവശ്യം ഉണ്ട്. ഞാനത് തിരഞ്ഞെടുക്കണം. ഞാൻ ഭക്തനായിട്ട് ജീവിക്കണോ വേണ്ടയോ എന്നുള്ളത് എൻ്റെ തീരുമാനമാണ്. ഇതിനോടുള്ള ബന്ധത്തിൽ അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പി ലേഖനം 3-ാം 13-14 വാക്യങ്ങളിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്. നമുക്കതൊന്ന് വായിക്കാം. 3:13-14. ഒന്ന് ഞാൻ ചെയ്യുന്നു. എന്താണ് താൻ ചെയ്യുന്നത്? പിമ്പിലുള്ളതിനെ ഞാൻ മറക്കുന്നു, മുൻപിലുള്ളതിനെ ഞാൻ ആയുന്നു, അഥവാ പിടിക്കാനായിട്ട് ശ്രമിക്കുന്നു. എന്നിട്ട് ഞാൻ ഓടുകയാണ്. എവിടേക്ക്? ക്രിസ്തുയേശുവിൽ ദൈവത്തിൻ്റെ പരമവിളിയുടെ ലാക്കിലേക്ക്. ഈ പരമവിളിയുടെ ലാക്ക് എന്താണെന്ന് 11-ാം വാക്യം തൊട്ട് താഴോട്ട് വായിച്ചാൽ നമുക്ക് മനസ്സിലാവും. ഞാൻ അവനെ അറിയണം, ഞാൻ അവനിൽ ഇരിക്കണം, ഞാൻ അവൻ്റെ മരണത്തോട് അനുരൂപനാകണം, അവൻ്റെ കഷ്ടാനുഭവങ്ങൾ എനിക്ക് അനുഭവിച്ചറിയണം, ഞാൻ അവൻ്റെ പുനരുത്ഥാനത്തിന് ഓഹരിക്കാരനാകണം. തത്വത്തിൽ പറഞ്ഞാൽ എനിക്ക് അവനെ പോലെ ആകണം. അപ്പോസ്തലനായ പൗലോസിൻ്റെ ഏറ്റവും വലിയ വാഞ്ച, തൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ഒന്നുള്ളൂ. എം ഇ ചെറിയാൻ സാറ് പാടുന്നത് പോലെ, എന്നേ ഉള്ളൂ എനിക്ക് ആനന്ദമുലകിൽ യേശുവിൻ സന്നിധി അണയുവതേ. കർത്താവിൻ്റെ സന്നിധിയിൽ ചെന്ന് കർത്താവിൻ്റെ മനോഹാരിത കാണണം, അവനെ എനിക്ക് അനുഭവിച്ചറിയണം, എനിക്ക് അവനെ പോലെ ആകണം. ഇതാണ് യഥാർത്ഥ ഭക്തൻ്റെ മനസ്സ്. അവന് കർത്താവിനെ പോലെ എത്രമാത്രമായി തീരാൻ കഴിയണം എന്നുള്ളതാണ് അവൻ്റെ വാഞ്ച. അതാണ് അവൻ്റെ ആഗ്രഹം. അതാണ് അവൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളിലുമുള്ള അഭിലാഷമായിട്ടിരിക്കുന്നത്. അതാണ് ഇവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. ഒന്ന് ഞാൻ ചെയ്യുന്നു, പിൻപിലുള്ളതിനെയൊക്കെ ഞാൻ മറക്കുന്നു. പിൻപിലുള്ള പല വീഴ്ചകളും താഴ്ചകളും വിജയങ്ങളും എല്ലാം ഉണ്ടാകും. പക്ഷെ അതൊന്നും പറഞ്ഞ് ഇന്ന് ഇരുന്നിട്ട് കാര്യമൊന്നും ഇല്ല.
ഇന്ന് നമുക്ക് ചെയ്യാനുള്ളത് പഴയതിനെ അങ്ങ് മറക്കുക. മുൻപിൽ നമ്മുടെ ഒരു ലക്ഷ്യം നമുക്ക് ദൈവം വെച്ച് തന്നിട്ടുണ്ട്. അവൻ നമുക്കൊരു കാൽച്ചുവട് വെച്ചിട്ട് പോയിട്ടുണ്ട്. ആ മാതൃകയിൽ അതേ കാൽച്ചുവടുകളിൽ നമ്മുടെ കാൽച്ചുവടുകളെ വെച്ച് നമ്മൾ മുന്നോട്ട് പോകണം. നമ്മൾ കർത്താവിനെ പോലെ ആയിത്തീരണം. അതാണ് ദൈവഭക്തിയുടെ ലക്ഷ്യം. ആ ലക്ഷ്യമായിരിക്കണം നമ്മളുടെ കണ്ണിന് മുമ്പിൽ എപ്പോഴും ഉണ്ടായിരിക്കേണ്ടത്. ആ ലക്ഷ്യം നമുക്കുണ്ടെങ്കിൽ ഞാൻ പറയാം, നമ്മൾ പാപത്തെ വെറുക്കുവാൻ ആരംഭിക്കും. ഒരു തരത്തിലുള്ള പാപവും പിന്നെ നമ്മുടെ ജീവിതത്തിൽ കർത്തൃത്വം നടത്താൻ ഇടവരികയില്ല. നിരന്തരമായി നമ്മെ മുറുകെ പറ്റുന്ന സകല പാപങ്ങളും, പല മനുഷ്യർക്ക് പല തലത്തിലാണ് അതിരിക്കുന്നത്. ചിലർക്ക് നാവുകൊണ്ടായിരിക്കും ഈ പ്രശ്നം, മറ്റു ചിലർക്ക് ഹൃദയത്തിലുള്ള ചിന്തകളായിരിക്കും പ്രശ്നം, മറ്റു ചിലർക്ക് ദ്രവ്യമായിരിക്കും പ്രശ്നം, ചിലർക്ക് കണ്ണുകൊണ്ടുള്ള പാപങ്ങളാണ് പ്രശ്നം, ചിലർക്ക് കടിക്കുന്ന ചെവിയായിരിക്കും പ്രശ്നം. പലതരത്തിലുള്ള പാപങ്ങൾ നമ്മെ മുറുകെ പറ്റുന്നതായിട്ടുണ്ട്. ഈ പാപങ്ങൾക്കൊന്നും പിന്നെ നമ്മുടെ മേൽ സ്വാധീനമില്ലാതെയാകും. അതെന്താണെന്ന് ചോദിച്ചാൽ, അതിനെ കവച്ചു വയ്ക്കുന്ന ഒരാഗ്രഹം എന്നിൽ ഉണ്ട്. അതെന്താണ്? എൻ്റെ കർത്താവിനെ പോലെ എനിക്ക് ആകണം. കർത്താവിനെ പോലെ ആകണമെന്നുള്ള വാഞ്ച എൻ്റെ ഏറ്റവും വലിയ വാഞ്ചയായിട്ട് തീരുമ്പോൾ, ആഗ്രഹമായിട്ട് തീരുമ്പോൾ, പാപത്തിന് എൻ്റെ മേലുള്ള സ്വാധീനം പതുക്കെ പതുക്കെ ഇങ്ങനെ അഴഞ്ഞ് ഞാൻ സ്വതന്ത്രനായി തീരും. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് ഗലാത്യ ലേഖനത്തിൽ പറയുന്നത്, സ്വാതന്ത്ര്യത്തിനായിട്ട് നിങ്ങളെ ക്രിസ്തു സ്വതന്ത്രരാക്കി. ആകയാൽ അടിമനുഖത്തിൽ പിന്നെയും കുടുങ്ങി പോകരുത്. നമുക്ക് സ്വാതന്ത്ര്യം പ്രാപിക്കാൻ പറ്റും. പ്രിയമുള്ളവരെ, ഞാൻ 100% ഉറപ്പ് പറയുകയാണ്, എനിക്ക് പറ്റുമെങ്കിൽ നിങ്ങൾക്ക് 100% പറ്റും. നമ്മെ നിത്യം ഗ്രസിക്കുന്ന, നമ്മെ പിടിച്ചു വെക്കുന്ന എല്ലാ വിഷയങ്ങളുടെ മേലും സമ്പൂർണ്ണ വിജയം. അങ്ങനെയാണല്ലോ നമ്മൾ വായിക്കുന്നത്, സ്നേഹിച്ചവൻ മുഖാന്തരം നാം ഇതിലൊക്കെയും പൂർണ്ണ വിജയം പ്രാപിക്കുന്നു. അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, പൂർണ്ണ വിജയം. ഒരു വിശ്വാസിക്ക് സമ്പൂർണ്ണ വിജയത്തോടു കൂടെ ഈ ഭൂമിയിൽ ജീവിക്കുവാൻ സാധ്യമാണ്. അല്ല എങ്കിൽ ദൈവാത്മാവ് അങ്ങനെ നമുക്കത് എഴുതി തരികയില്ല. നമുക്ക് സാധ്യമാണ്. പക്ഷേ ദൈവഭക്തനെ കൊണ്ട് അത് സാധിക്കുന്നത് നമ്മളുടെ ഒരു ഡിസിഷനാണ് ഈ ദൈവഭക്തി എന്ന് പറയുന്നത്. അത് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടതാണ്. സദൃശവാക്യം 24:16 നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്, നീതിമാൻ 7 പ്രാവശ്യം വീണാലും എഴുന്നേൽക്കും, ദുഷ്ടന്മാർ അവരുടെ അനർത്ഥത്തിൽ നശിച്ചു പോകും. നീതിമാന് എപ്പോഴൊരു ഹോപ്പുണ്ട്. അതെന്താ? അവന്റെ മനസ്സിൽ അവന്റെ ആഗ്രഹം ദൈവത്തോടടുക്കുക എന്നുള്ളതാണെങ്കിൽ അവനെ കൈ പിടിച്ച് എഴുന്നേൽപ്പിക്കാൻ റെഡി ആയിട്ടുള്ള ഒരു ദൈവം ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ 7 പ്രാവശ്യം എഴുന്നേൽക്കുന്നത്. നമ്മൾ വീണാലും നിലംപരിചയായി പോവുകയില്ല. കാരണം നമ്മളെ എഴുന്നേൽപ്പിക്കുവാൻ, കൈ തരുവാൻ ഒരു രക്ഷിതാവ് നമുക്ക് ഉണ്ട്. അവൻ നമ്മെ പിടിച്ച് എഴുന്നേൽപ്പിക്കും. 2 ഡിസിഷൻസ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എടുക്കണം. ഒന്ന്, ഞാൻ ദൈവഭക്തനായി തീരണം എന്നുള്ളതായ ഡിസിഷൻ. ഈ ഡിസിഷൻ നമ്മുടെ വ്യക്തിപരമായ ഡിസിഷനാണ്. രണ്ടാമത്, ഞാൻ ഈ ലക്ഷ്യത്തിൽ നിന്ന് വീണാലും പിന്മാറില്ല. പറഞ്ഞു മനസ്സിലായോ? ഞാൻ വീണാലും പിന്മാറില്ല. വീഴ്ചകളുണ്ടാകാം. അതെന്താ ഞാൻ അങ്ങനെ പറയുന്നത്? നമ്മൾ ജീവിക്കുന്ന ഈ ലോകം നമുക്ക് അനുകൂലമായിരിക്കുന്ന ഒരു ലോകം അല്ല. നമ്മളിവിടെ ആത്മീകന്മാരായി ജീവിക്കുവാൻ, ഭക്തന്മാരായി ജീവിക്കുവാൻ അനുകൂലമായിരിക്കുന്ന ഒരു എൻവയോൺമെന്റിലല്ല നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ പാപത്തിനുള്ള സർവ്വ സാധ്യതകളും ഉണ്ട്. പക്ഷെ നമ്മൾ നീതിയിൽ അഭ്യസിക്കുമ്പോൾ, അഭ്യാസം നമ്മൾ പ്രാപിക്കുമ്പോൾ, നമുക്കതിനെ ഓവർകം ചെയ്യാനുള്ള ശക്തി നമ്മിൽ വന്നുകൊണ്ടേ ഇരിക്കും. കുറച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ പാപത്തിന് നമ്മളിൽ എൻ്റർ ചെയ്യാൻ പറ്റില്ല, മറിച്ച് നമ്മുടെ മേലെ കൂടെ കടന്നു പോകാനേ പറ്റുകയുള്ളൂ. ഞാനീ പറയുന്നത് നിങ്ങൾ കൃത്യമായിട്ട് അത് നോട്ട് ചെയ്ത് വെച്ചോ. കുറച്ച് കഴിയുമ്പോൾ ദൈവഭക്തന്റെ മേൽ പാപത്തിന് പിന്നെ ഒരു സ്വാധീനവും ഉണ്ടാവുകയില്ല. ഇറ്റ് കനോട്ട് ഈവൻ സ്ക്രാച്ചസ്. അത്രയും റെസിസ്റ്റന്റ് ആയിരിക്കും നമ്മൾ പാപത്തോട്. ഈ ചേഞ്ച് ദൈവം നമ്മളിൽ വരുത്തും. സിൻ വിൽ ഹാവ് നോ പവർ ഓവർ അസ്. അതിന് നമ്മെ തൊടാൻ പോലും കിട്ടുകയില്ല. അതിൽ നിന്ന് അർത്ഥമാക്കേണ്ടത് നമുക്ക് യാതൊരു പരീക്ഷ ഉണ്ടാകില്ലെന്നല്ല. ഞാൻ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നു പറയാം. ഈ വിഷയം പഠിപ്പിക്കാൻ തുടങ്ങിയതിന് ശേഷം പലതരത്തിലുള്ള പരീക്ഷകൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. പലതരത്തിലുള്ള പരീക്ഷകൾ. പിശാച് വെറുതെ ഒന്നിരിക്കില്ല, അവൻ ആക്രമിച്ചുകൊണ്ടിരിക്കും.
ജഡത്തിലുള്ള പലതരത്തിലുള്ള പരീക്ഷകൾ എനിക്ക് നേരിടേണ്ടി വന്നു. ആദ്യത്തെ കുറച്ച് കാലങ്ങൾ വചനം പഠിപ്പിച്ച് എല്ലാ സഭകളിലും കടന്നുപോയി ഈ വിഷയം പഠിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ തീർച്ചയായിട്ടും അവൻ അസ്വസ്ഥനാണ്. കാരണം ദൈവഭക്തനായിട്ട് ഒരു വിശ്വാസി തീരുന്നതാണ് അവനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ വെല്ലുവിളി. ഒരു വിശ്വാസി എന്നുള്ളത് അവന് വലിയൊരു വെല്ലുവിളിയല്ല. കാരണം വിശ്വാസികൾ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിവുള്ളവരല്ല, ഭക്തന്മാരല്ലെങ്കിൽ. പറഞ്ഞ മനസ്സിലായല്ലോ? ഒരു ഭക്തൻ ദൈവസന്നിധിയിലേക്ക് കടന്നു പോകുമ്പോൾ അത് അവന് വിറയ്ക്കുന്ന വിഷയമാണ്. കാരണം അവൻ അപേക്ഷിച്ചാൽ യഹോവ കേൾക്കും. പറഞ്ഞു മനസ്സിലായോ? ഭക്തന്മാർ വിളിച്ചപേക്ഷിക്കുമ്പോൾ യഹോവ കേൾക്കും. അതവന് നന്നായിട്ടറിയാം. അതുകൊണ്ട് ഒരു ഭക്തൻ ദൈവ മുൻപാകെ മുട്ടുമടക്കുമ്പോൾ അത് അവന് പേടി വിഷയം തന്നെയാണ്. അതുകൊണ്ട് ഭക്തന്മാർ ഉണ്ടാകുന്നത് പിശാചിനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അവൻ ആഗ്രഹിക്കുന്ന വിഷയമല്ല. അതുകൊണ്ട് ഭക്തന്മാരുണ്ടാകണമെന്ന് പ്രസംഗിച്ചാൽ, പഠിപ്പിച്ചാൽ അത് അവനെ സംബന്ധിച്ചിടത്തോളം സുഖമായിരിക്കുന്ന ഒരു വിഷയം അല്ല. അതുകൊണ്ട് അവൻ ജഡത്തിലുള്ള ആക്രമണങ്ങളാണ് ആദ്യം തുടങ്ങിയത്. എനിക്ക് നേരെ നിന്ന് പ്രസംഗിക്കാൻ കഴിയില്ലായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് തലകറക്കം ഉണ്ടാകും. പക്ഷേ പ്രസംഗം അവസാനിപ്പിച്ചില്ല. ദൈവകൃപയ്ക്കായിട്ട് അപേക്ഷിച്ചു. ദൈവം അത് അവസാനം മാറ്റി തന്നു. ആദ്യം ഈ വിഷമതകളോടുകൂടെ പ്രസംഗിച്ച് കുറച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ എനിക്ക് ഫ്ലാഷ് പോലെ മിന്നും ഞാൻ എന്ന് പറഞ്ഞാൽ എനിക്ക് അല്പം ബോധക്ഷയം ഉണ്ടാകും. പക്ഷെ വിട്ടുകൊടുത്തില്ല. അതെന്താണെന്ന് വെച്ചാൽ എനിക്കറിയാം ഈ പരീക്ഷണം പിശാചിൽ നിന്ന് തന്നെയാണ് വരുന്നത്. ഞാൻ നിന്നേ മതിയാകൂ. ദൈവകൃപ തിരിച്ചറിയണം എനിക്ക്. ദൈവം കൃപ തന്നു, ശുശ്രൂഷ മുന്നോട്ട് പോയി. അത് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് മറ്റൊരു പരീക്ഷ വന്നു. വലിയൊരു പനി. 3 ആഴ്ച എടുത്തത് റിക്കവർ ചെയ്യാൻ എനിക്ക്. വല്ലാത്ത ക്ഷീണം. പക്ഷെ അതിൻ്റെ മധ്യേയും ശുശ്രൂഷ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു, ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട്. ദൈവം കൃപ തന്നുകൊണ്ടിരുന്നു. അത് അവസാനിച്ചു. ഇപ്പോൾ ഇതാ പുതിയൊരെണ്ണം കിട്ടി. വാ തുറക്കാൻ മേല. പക്ഷെ ഇത്രയും തുറന്നും കിട്ടും. അത് മതി സംസാരിക്കാൻ. മനസ്സിലായല്ലോ? ഇപ്പൊ ഫ്ലൂയിഡ് ഭക്ഷണമാണ് ഞാൻ കഴിക്കുന്നത്. പക്ഷേ ദൈവകൃപ ഞാൻ അനുഭവിച്ചറിയാം. ശുശ്രൂഷയ്ക്ക് ഭംഗം വരുന്നില്ല. ദൈവകൃപ നമ്മളെങ്ങനെ തിരിച്ചറിയുക? ബലഹീനതയുള്ളപ്പോഴാണ് ദൈവകൃപ തിരിച്ചറിയുക. കാരണം എൻ്റെ കൃപ നിനക്ക് മതി എന്ന് പറയുന്നത് ബലഹീനതയില്ല. നമ്മൾ ശക്തനായിരിക്കുമ്പോൾ നമുക്ക് കൃപയുടെ ആവശ്യം ഇല്ല. കാലിന് നല്ല മസിലുണ്ടെങ്കിൽ ചാടുന്നതിന് പ്രത്യേകിച്ച് കുഴപ്പമൊന്നും ഇല്ല. എന്നാൽ അംഗഹീനനായിരിക്കുന്ന ഒരുത്തൻ ചാടണമെങ്കിൽ ദൈവകൃപ വേണം. പറഞ്ഞതിൻ്റെ ആശയം മനസ്സിലായല്ലോ? ദൈവകൃപ കൂടാതെ ബലഹീനനൊന്നും ചെയ്യാൻ കഴിയില്ല. അപ്പൊ ബലഹീനനാക്കുമ്പോൾ മാത്രമേ ദൈവകൃപ രുചിച്ചറിയാൻ നമുക്ക് കഴിയുള്ളൂ. ദൈവകൃപ ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇതുകൊണ്ടും പ്രശ്നം തീർന്നില്ല. അവൻ മക്കളെ ആക്രമിക്കാൻ തുടങ്ങി. മനസ്സിലായല്ലോ? എൻ്റെ മക്കളെ അവൻ ആക്രമിക്കാൻ തുടങ്ങി. അവരുടെ ഉറക്കത്തിൽ പോലും, സ്വപ്നത്തിൽ പോലും അവൻ ആക്രമിക്കുന്നുണ്ട്. ഞങ്ങൾ ചെയ്യുന്നത് എല്ലാ ദിവസവും അവരോട് കൂടെ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവം അവരെ ശക്തിപ്പെടുത്തി ബലപ്പെടുത്തിക്കൊണ്ടിരിക്കുക. ഞാൻ പറയുന്നത് പാപത്തിന് നമ്മുടെ മേൽ സ്വാധീനം ഉണ്ടാകില്ല. പക്ഷേ എതിരാളി ഒട്ടും അടങ്ങി ഇരിക്കുകയില്ല. പക്ഷെ നമ്മൾ വിജയം പ്രാപിക്കും. അതെന്താ? എനിക്ക് എൻ്റെ ദൈവത്തോട് നല്ല മനസാക്ഷി ഉണ്ടെങ്കിൽ, ഞാൻ ദൈവത്തിൻ്റെ മുൻപാകെ ഭക്തനാണെങ്കിൽ അവൻ എൻ്റെ പ്രാർത്ഥന കേൾക്കും. ഇതാണ് ക്രിസ്ത്യാനിയുടെ സ്ട്രെങ്ത്. ഇതാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പവർ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ അവൻ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം നാം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു. നമ്മൾ അവനെ സ്നേഹിക്കുമ്പോൾ, അവൻ നമ്മെ സ്നേഹിച്ചവനാണ്. ആ ബന്ധം സുദൃഢമായിട്ടിരിക്കുമ്പോൾ നമ്മളെപ്പോലെ ശക്തന്മാർ പിന്നെ ഈ ലോകത്തിൽ ആരും ഇല്ല. അതിന് കാരണം നമ്മെ നടത്തുന്നവൻ, അവൻ എലോഹിയമാണ്, ശക്തരിൽ ശക്തനാണ്. അവൻ്റെ ശക്തിയാണ് നമുക്ക് വേണ്ടി പിന്നെ വ്യാപരിക്കുന്നത്. അത് വ്യാപരിക്കാനുള്ള ചാനൽസ് ആയിട്ട് നാം ഭക്തന്മാരായിട്ടിരിക്കുമ്പോൾ സാധിക്കും. ദൈവം അത് ധാരാളമായി നമ്മളിലൂടെ അഴിച്ചുവിടാനായിട്ട് തുടങ്ങും. അങ്ങനെ വരുമ്പോൾ നമ്മളുടെ ഒരു പ്രവൃത്തിയും വൃഥാവാകയില്ല. ഒരു പ്രവൃത്തിയും പിന്നെ വൃഥാവാകയില്ല. ദൈവം നമ്മെ അനുഗ്രഹിക്കും. നമ്മളിലൂടെ എല്ലാവരെയും അനുഗ്രഹിച്ചുകൊണ്ടേ ഇരിക്കും. അതുകൊണ്ടാണ് ദൈവഭക്തൻ എന്ന് പറയുന്നത് ഒരു തിരഞ്ഞെടുപ്പാണ്. അത് നമ്മൾ ഏറ്റെടുക്കണം. ആ തിരഞ്ഞെടുപ്പിലെ ഏറ്റവും വിലയേറിയ വിഷയം എന്ന് പറയുന്നത്, ഞാൻ വീണാലും എഴുന്നേറ്റ് പിന്നെയും ഓടും.
ഒന്നാമത് ഞാൻ ഭക്തനായിരിക്കാൻ ശ്രമിക്കും. ഞാൻ അതിനായിട്ട് എൻ്റെ എല്ലാ ജീവിതത്തിൻ്റെ മേഖലയും ഞാൻ സമർപ്പിക്കും. 2, വീണാലും ഞാൻ എഴുന്നേറ്റ് ഓടും. നീതിമാൻ 7 പ്രാവശ്യം വീണാലും നിലംപരിച്ച് ആകയില്ല. അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. അതിനോടുള്ള ബന്ധത്തിൽ അല്ലെങ്കിൽ അതിനോട് ചേർന്ന് നമുക്ക് ചിന്തിക്കാം. ഇനി നമ്മൾ ചെയ്യേണ്ടത്, ഈ ഒരു തീരുമാനം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആദ്യമേ എടുക്കണം. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, നമ്മളുടെ ജീവിതത്തിൽ കഴിഞ്ഞ കാലങ്ങളിൽ വന്ന വീഴ്ചകളെ നാം വിലയിരുത്തേണ്ടത് ആവശ്യമാണ്. ഇതൊരു എക്സർസൈസാണ്. കഴിഞ്ഞ നാളുകളിൽ ഏതൊക്കെ പാപങ്ങളാണ് നാം ചെയ്തിട്ടുള്ളത്, ഏതൊക്കെ മേഖലകളിലാണ് നാം വീണു പോയിട്ടുള്ളത്, തുടർച്ചയായി വീണു പോകുന്ന മേഖലകൾ ഏതാണ്, ഇത് നമ്മൾ തിരിച്ചറിയാൻ ശ്രമിക്കണം. നമ്മളുടെ ജീവിതത്തിൽ പലപ്പോഴും ഈ പ്രശ്നങ്ങളുണ്ട്. നമുക്ക് പലരും, ഞാൻ മുന്നേ പറഞ്ഞതുപോലെ, നമ്മളുടെ പല മേഖലകളിലാണ് നമ്മുടെ കുറവുകൾ ഉള്ളത്. ഓരോരുത്തർക്കും സ്ട്രെങ്ത് ഉണ്ട്, വീക്ക്നെസ്സുകളും ഉണ്ട്. ഈ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും നമ്മൾ അനലൈസ് ചെയ്യണം. എന്നിട്ട് നമ്മളുടെ സ്ട്രെങ്ത്തിനെ ഓർത്ത് നാം ദൈവത്തിന് സ്തോത്രം ചെയ്യണം. അത് നിലനിൽക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം. വീക്ക്നെസ്സുകൾ, നമ്മുടെ ബലഹീനതകൾ ദൈവം മുമ്പാകെ കൊണ്ടുപോയി നമ്മൾ പ്രാർത്ഥിക്കണം ഈ വിഷയം. അത് നമ്മൾ ഈ ഒരു ജനറൽ പ്രെയർ അല്ല അവിടെ ആവശ്യം. ഏതാ ജനറൽ പ്രെയർ എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? ദൈവമേ, നീ എൻ്റെ എല്ലാ ബലഹീനതകളും അറിയുന്നു, അതുകൊണ്ട് എന്നെ ശക്തനാക്കണമേ. അങ്ങനെ പ്രാർത്ഥന കൊണ്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല. അത് പണ്ടാരണ്ടോ പറഞ്ഞോണം, കർത്താവേ നീ സകലം അറിയുന്നു, മാത്തനിതാ മലക്കുന്നേ. ആ പ്രാർത്ഥന പോലെയുള്ളൂ എന്ന് പറഞ്ഞാൽ എല്ലാവരും നിനക്കറിയാം, പിന്നെ ഞാൻ എന്തിനാ പ്രാർത്ഥിക്കണേ? ഇതൊന്നും ദൈവസന്നിധിയിൽ കൊണ്ടുപോയിട്ട് നടക്കുകയില്ല. നമ്മൾ വളരെ സ്പെസിഫിക് ആയിട്ട് നമ്മുടെ വിഷയങ്ങളെ ദൈവസന്നിധിയിൽ അർപ്പിച്ച് പ്രാർത്ഥിക്കണം. ഉദാഹരണം പറഞ്ഞാൽ, സംസാരത്തിലാണ് എൻ്റെ വീക്ക്നെസ് എങ്കിൽ ചിലപ്പോൾ ഞാൻ സംസാരിക്കുമ്പോൾ അറിയാതെ ദൈവത്തിന് മഹത്വം കൊടുക്കാത്ത രീതിയിൽ എൻ്റെ വാക്കുകൾ എന്നിൽ നിന്ന് പോകുമ്പോൾ നമുക്കറിയാം, അത് കഴിയുമ്പോൾ നമുക്കൊരല്പം മനപ്രയാസം ഉണ്ടാകും. അങ്ങനെ പറയണ്ടായിരുന്നു അല്ലേ? അങ്ങനെ തോന്നിയിട്ടില്ലേ? അത് പറയണ്ടായിരുന്നു. ഈ നാവിനെ, അധരദ്വാരത്തെ കാക്കുന്നത് ദൈവമാണ്, നാമല്ല. എൻ്റെ നാവിൽ നീ അറിയാത്തൊരു വാക്കും ഇല്ല. ദൈവത്തിനറിയാം നമ്മുടെ നാവിലുള്ള വാക്കുകളൊക്കെ. ദൈവമാണ് ഈ അധരദ്വാരത്തെ കാക്കേണ്ടത്, വായിനെ. അത് കാക്കാൻ തനിക്ക് മാത്രമേ കഴിയുള്ളൂ. അതുകൊണ്ടാണ് സങ്കീർത്തനകാരൻ പ്രാർത്ഥിക്കുന്നത്, എൻ്റെ അധരദ്വാരം നീ കാക്കണമേ എന്ന് പറഞ്ഞാൽ എൻ്റെ സംസാരത്തെ നീ കാക്കണം. അപ്പൊ ഈ ഒരു ഏരിയയിലാണ് എൻ്റെ വീക്ക്നെസ് കിടക്കുന്നതെങ്കിൽ ഞാൻ ഈ വിഷയം വെച്ച് പ്രാർത്ഥിക്കണം. കർത്താവേ, ഇങ്ങനെ എന്നിൽ വീഴ്ചകൾ വന്നിട്ടുണ്ട്, വരുന്നുണ്ട്. എൻ്റെ ഉള്ളിലെ മനുഷ്യന് ഇത് നിയന്ത്രിക്കാനുള്ള കഴിവ് ഇല്ല. നീ എന്നെ ശക്തീകരിക്കണം. എന്നെ എപ്പോഴും ബലപ്പെടുത്തുന്ന ഒരു വാക്യമാണ് യോഹന്നാന്റെ ലേഖനത്തിലുള്ള വാക്യം. അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. നമ്മെ ശുദ്ധീകരിക്കുന്നത് കർത്താവിന്റെ രക്തമാണ്. നമ്മുടെ വ്യക്തിയിൽ പല ന്യൂനതകളുണ്ട്. പാപം എന്ന് പറയുന്നത്, കഴിഞ്ഞ ദിവസം ഞാൻ കുഞ്ഞുങ്ങളോട് സംസാരിച്ചപ്പോൾ അത് പറഞ്ഞു, പാപം എന്ന് പറയുന്നത് അത് കേവലം ഒരു ക്രിയയല്ല. ഇറ്റ് ഈസ് ആൻ എനിമി റിയലി. അത് നമ്മൾ മനസ്സിലാക്കണം. നമ്മളുടെ ടെറിറ്ററി കടന്ന് നമ്മുടെ വ്യക്തിയിലേക്ക് പ്രവേശിച്ച് സീരിയസ് ഡാമേജ് ഉണ്ടാക്കുന്ന ഒരു എനിമിയാണ് പാപം. നമ്മൾ പലപ്പോഴും ഒരു ക്രിയയാണ് പാപം എന്ന് വിചാരിക്കുന്നത്. നോ, ഇറ്റ്സ് നോട്ട്. പാപം എന്ന് പറയുന്നത് ഒരു വ്യക്തി നമ്മുടെ അകത്ത് കടന്ന്, നമ്മുടെ വീട്ടിൽ കടന്ന് അത് നശിപ്പിക്കുന്നത് പോലെ പ്രവർത്തിക്കുവാൻ കഴിവുള്ള, നശിപ്പിക്കുവാൻ കഴിവുള്ള ഒരു വലിയ ആയുധമാണെന്നുള്ളത് നമ്മൾ ഒരിക്കലും മറക്കരുത്. ഒരു പാപം നമ്മുടെ ഉള്ളിൽ നാം കടത്തി വിടുമ്പോൾ പിശാചിനെ നമ്മെ നശിപ്പിക്കുവാൻ, ഡാമേജ് ചെയ്യുവാനുള്ള അവസരമാണ് നമ്മൾ തുറന്ന് കൊടുക്കുന്നത്. മനസ്സിലായല്ലോ? പാപം എന്ന് പറയുന്നത് ദൈവികമല്ല, അത് പിശാചിൻ്റെതാണ്. അത് അവന്റെ പ്രോഡക്റ്റാണ്. ഈ പാപമാണ് മനുഷ്യരെ മരണത്തിന് യോഗ്യന്മാരാക്കി തീർത്തത്, അല്ലേ? അതുകൊണ്ട് ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിലേക്ക് കടന്നു. ഇങ്ങനെ പാപം സകല മനുഷ്യരിലും പരന്നിരിക്കുകയാൽ എല്ലാവരും മരണത്തിന് യോഗ്യന്മാരാണ്. പാപത്തെ നിസ്സാരമായി കാണരുത് കേട്ടോ. ഞാൻ ഹോളിനെസ് എന്നുള്ള വിഷയം എടുക്കുമ്പോൾ ഈ വിഷയം കുറച്ചുകൂടി സ്ട്രെസ് ചെയ്ത് സംസാരിക്കും. പക്ഷേ പാപം എന്ന് പറയുന്നത് ഡാമേജ് വരുത്തുന്ന ഒരു വിഷയമാണ്. അത് നമ്മുടെ അകത്തെ മനുഷ്യനെ നശിപ്പിക്കുന്നു, കട്ട് ചെയ്യുന്നു, നമ്മളെ ബലഹീനനാക്കുന്നു, നമ്മളെ വികൃതനാക്കുന്നു. നിങ്ങൾക്കറിയാമോ, ഒരേ പാപം പല പ്രാവശ്യം ചെയ്തു കഴിയുമ്പോൾ പിന്നെ നമുക്ക് പ്രതികരിക്കാൻ പോലും
കൽപ്പില്ലാതെയാകും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരേ പാപം പല പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുമ്പോൾ ഇറ്റ് വിൽ ബേൺ യുവർ പേഴ്സൺ. ബേൺ എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? മെഡിക്കൽ ഫീൽഡ് പഠിച്ചിട്ടുള്ളവർക്കറിയാം, സെൻസ് ഇല്ല പിന്നെ അതിന്. ഇറ്റ് ഈസ് ബേൺ. പൊള്ളിയ ഭാഗത്ത് പിന്നെ സെൻസ് ഒന്നും ഇല്ല. ഇതിനെയാണ് തിമോത്തിയോസിന്റെ ലേഖനത്തിൽ മനസ്സാക്ഷിയിൽ ചൂട് വെച്ചവരായി എന്നുള്ളൊരു പദം ഉപയോഗിച്ചിട്ടുണ്ട്. ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കുമല്ലോ. തെറ്റായ ഉപദേശം പ്രസ്താവിക്കുന്നതിനെ കുറിച്ചാണ്. മനസ്സാക്ഷിയിൽ ചൂട് വെച്ചവർ. നമ്മുടെ അകത്ത മനുഷ്യന് ചൂട് വെക്കും പാപം. ഇതിനെ ഹീൽ ചെയ്യണം. ഹീലിംഗ് ക്യാൻ ഓൺലി ടേക്ക് പ്ലേസ് ബൈ ജീസസ് ക്രൈസ്റ്റ്. പാപത്തിന് ക്ഷമ കർത്താവ് തന്നതുകൊണ്ട് ഹീലിംഗ് ഉണ്ടാകണമെന്ന് നിർബന്ധമൊന്നും ഇല്ല. അതുകൊണ്ടാണ് മുറുകെ പറ്റുന്ന പാപങ്ങൾ പിന്നെയും പിന്നെയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായല്ലോ? ആ പാപം നമ്മളിൽ ഉണ്ടാക്കിയ ക്ഷതത്തെ നീക്കുവാൻ ദൈവത്തിന് മാത്രമേ കഴിയൂ. അതിന് നമ്മൾ ആശ്രയിക്കണം ദൈവത്തിൽ. പിതാവിന്റെ അടുക്കൽ നാം കടന്നുപോയി പുത്രന്റെ നാമത്തിൽ സൗഖ്യത്തിനായി പ്രാർത്ഥിക്കണം. പാപം നാശം വിതയ്ക്കുന്ന ഒരു കാര്യം ആണ്. പാപത്തെ നമ്മൾ സീരിയസ് ആയിട്ട് തന്നെ എടുക്കണം, ലഘുവായിട്ട് അതിനെ എടുക്കാൻ പാടില്ല. കാരണം പാപം എന്ന് പറയുന്നത് ഒരു കള്ളൻ നമ്മുടെ വീട്ടിനകത്തേക്ക് കടന്ന് നാശം വിതയ്ക്കുന്നത് പോലെയാണ് പാപം. നമ്മുടെ വീട്ടിൽ ഏതെങ്കിലും ഒരു കള്ളനെ പിടിച്ചിരുത്താൻ നമ്മൾ ആഗ്രഹിക്കുമോ? അവനെ ചേസ് ഔട്ട് ചെയ്യുമെന്ന് മാത്രമല്ല, അവൻ അവിടെ ഉണ്ടാക്കിയ എല്ലാ ഡാമേജസും ഫിക്സ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കും. ഇതുപോലെയാണ് പാപം. അതുകൊണ്ട് കഴിഞ്ഞ നാളുകളിൽ നമ്മളിൽ പറ്റിയിട്ടുള്ള പാപങ്ങൾ നാം എണ്ണി ലിസ്റ്റ് ചെയ്യണം ദൈവം മുമ്പാകെ. എന്നിട്ട് കർത്താവിനോട് പ്രാർത്ഥിക്കണം, കർത്താവേ, ഈ പാപങ്ങൾ ഇനിയും എന്നിൽ വരാതെ എന്നെ സഹായിക്കണം. മാത്രമല്ല, കർത്താവേ, ഈ പാപങ്ങൾ എൻ്റെ വ്യക്തിയിൽ വരുത്തിയിരിക്കുന്ന നാശത്തെ, ഡാമേജിനെ അങ്ങ് ഫിക്സ് ചെയ്ത് തരണം. അതെന്തിനാ അങ്ങനെ പ്രാർത്ഥിക്കുന്നതെന്ന് ചോദിച്ചാൽ, അങ്ങനെ ഫിക്സ് ചെയ്തില്ല എങ്കിൽ നീ ഇനിയും അത് ചെയ്യാൻ സാധ്യത ഉണ്ട്. നമ്മൾ ഈ എബ്രായ ലേഖനം പഠിക്കുമ്പോൾ ഇങ്ങനെ ഒരു പദപ്രയോഗമുണ്ട്. നമ്മൾ ഹൃദയങ്ങളിൽ തളിക്കപ്പെട്ടവരും ശുദ്ധവെള്ളത്താൽ ശരീരം കഴുകപ്പെട്ടവരുമായി വിശ്വാസത്തിന്റെ പൂർണ്ണ നിശ്ചയം പ്രാപിച്ചുകൊണ്ട് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് അടുത്ത് ചെല്ലണം. അവിടെ 2 ഫോൾഡ് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒന്ന്, ഹൃദയത്തിൽ തളിക്കണം. 2, ശുദ്ധവെള്ളത്താൽ ശരീരം കഴുകണം. ശുദ്ധവെള്ളം എന്ന് പറഞ്ഞിരിക്കുന്നത് ദൈവവചനമാണെന്നാണ് നാം മനസ്സിലാക്കുന്നത്. കാരണം വചനമാണ് നമ്മെ കഴുകുന്നത്. പാപത്തിന് 2 ഫേസ് ഉണ്ട്, പാസീവ് ആൻഡ് ആക്റ്റീവ്. ആക്റ്റീവ് ഫേസ് നമ്മെ സ്റ്റോപ്പ് ചെയ്യുന്നത് വചനമാണ്. നിന്നോട് ഞാൻ പാപം ചെയ്യാതിരിക്കാൻ നിന്റെ വചനം എൻ്റെ ഹൃദയത്തിൽ ഞാൻ സംഗ്രഹിക്കുന്നു. നമ്മൾ പാപത്തിൽ വീഴാതിരിക്കാൻ നമ്മെ ആക്റ്റീവായിട്ട് സ്റ്റോപ്പ് ചെയ്യുന്നത് ആ ഗേറ്റ് ദൈവവചനമാണ്. വചനമാണ് നമ്മെ ഓർമ്മിപ്പിക്കാതെ ചെയ്യരുത്. പക്ഷേ ഒരു പാസീവ് സ്റ്റേറ്റ് ഉണ്ട് പാപത്തിന്. പാപം ചെയ്താൽ യേശുക്രിസ്തുവിന്റെ രക്തത്തിനല്ലാതെ നമ്മെ വിടുവിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് യോഹന്നാന്റെ ലേഖനത്തിൽ ഇങ്ങനെ നാം വായിക്കുന്നത്, കുഞ്ഞുങ്ങളെ, നിങ്ങൾ പാപം ചെയ്യാതിരിക്കാൻ ഞാനിത് നിങ്ങൾക്ക് എഴുതുന്നു, വചനം. എങ്കിലും ഒരുത്തൻ പാപം ചെയ്തു എങ്കിലോ യേശുക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് ദൈവത്തിന്റെ സന്നിധിയിൽ ഉണ്ട്. അവന്റെ അടുക്ക പോകണം ഫിക്സ് ചെയ്യണമെങ്കിൽ. ഞാൻ പറഞ്ഞതിന്റെ ആവശ്യം മനസ്സിലായോ? പാപത്തെ ലഘുവായി കാണരുത് കേട്ടോ. പാപം എന്ന് പറയുന്നത് ഒരു ടെററാണ്. ശരിക്കും ഒരു ടെററാണ്. അവൻ വരുത്തുന്ന ഡാമേജ്, ഞാൻ അവനെന്നതിനെ ഒരു വ്യക്തി സാദൃശ്യത്തിൽ തന്നെ പറയുകയാണ്, അത് വരുത്തുന്ന ഡാമേജ് വളരെ വലുതാണ്. നമ്മുടെ വ്യക്തിയെ അത് നശിപ്പിക്കും. വ്യക്തിയുടെ ഐഡന്റിറ്റി നശിപ്പിക്കും. നമുക്കറിയാം, ആദാം പാപം ചെയ്തപ്പോൾ എന്താ സംഭവിച്ചത്? വാസ്തവത്തിൽ നീ മരിക്കുമെന്ന് പറഞ്ഞു, അല്ലേ? മരണം എവിടെയാണ് നടന്നത്? ശരിക്കും അകത്താ, അല്ലേ? നമ്മുടെ ആത്മിക മനുഷ്യനാണ് ക്ഷതം വന്നത് ഫസ്റ്റ്. അതിന്റെ പ്രതീകമായിട്ടായിരുന്നു പുറത്ത് അത് പ്രദർശിപ്പിക്കപ്പെട്ടത്, അല്ലേ? അവൻ മരിച്ചത് ജഡത്തിൽ പിന്നീടാണ്. 950ഓളം വർഷങ്ങൾ ജീവിച്ചിട്ടാണ് ആദം മരിക്കുന്നത്. പക്ഷേ വ്യക്തി ഡാമേജായിപ്പോയി, ക്യാരക്ടർ നശിച്ചു പോയി, നുണ പറയുന്നവനായി തീർന്നു, അല്ലേ? ഫസ്റ്റ് തന്നെ അതല്ലേ സംഭവിച്ചേ? ഞാൻ ഒളിച്ചിരിക്കുകയാണ്. അതെന്തിനാണ്? ഞാൻ നഗ്നനാണെന്ന് അറിഞ്ഞു, ഞാൻ ഒളിച്ചിരിക്കുകയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്താ? നീ ഇതെങ്ങനെ ചെയ്തേ? സ്ത്രീ പറഞ്ഞു, മനസ്സിലായല്ലോ? ക്യാരക്ടർ മാറിപ്പോയി, നമ്മുടെ ക്യാരക്ടർ ചേഞ്ച് ആയിപ്പോയി. എന്നാൽ യേശു ക്രിസ്തുവിൽ ദൈവം നമ്മെ പുതു മനുഷ്യനാക്കി പിന്നെയും സൃഷ്ടിച്ചു, പുതിയ ക്യാരക്ടർ തന്നു നമുക്ക്. ഈ ക്യാരക്ടറെ നശിപ്പിക്കുന്നതാണ് പാപങ്ങൾ.
വളരെ സൂക്ഷിക്കണം പ്രിയമുള്ളവരെ. നമ്മൾ പാപത്തെ ഒരിക്കലും എന്റർടൈൻ ചെയ്യരുത് ഒരു കാരണവശാലും. കാരണം അത് നമ്മെ സർവത്ര നശിപ്പിക്കുന്ന വിഷയമാണ്. ഇതിൽ നിന്ന് നാം വിമുക്തി പ്രാപിച്ചാലല്ലാതെ നമുക്ക് ഒരിക്കലും ഭക്തന്മാരായിട്ട് ജീവിക്കാൻ സാധ്യമല്ല. നമ്മുടെ ഏറ്റവും വലിയ ശത്രു പാപമാണ്. അതുകൊണ്ട് അതിനെ നമ്മൾ നഖശികാന്തം എതിർത്തുകൊണ്ടേ ഇരിക്കണം. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുള്ള പാപങ്ങളെ നാം ഒന്ന് വിലയിരുത്തണം, അതൊന്ന് ലിസ്റ്റ് ഡൗൺ ചെയ്യണം. എന്നിട്ട് ദൈവസന്നിധിയിൽ പോയിട്ട് ഈ വിഷയങ്ങളെ ദൈവത്തോട് നമ്മൾ അറിയിക്കണം. ഇനി അത് നമ്മെ പിടിക്കാതിരിക്കാൻ ദൈവത്തിൻ്റെ സൗഖ്യത്തിനായിട്ട് നാം പ്രാർത്ഥിക്കണം. സൗഖ്യമെന്ന് ഞാൻ പറയുമ്പോൾ നമ്മുടെ ആന്തരിക മനുഷ്യൻ ദൈവത്തിൻ്റെ ആ ക്രിസ്തു എന്ന തലയോളം വളരേണ്ടതിന് ഏത് രീതിയിൽ മാറ്റപ്പെടണമോ ആ മാറ്റത്തിലേക്ക് നമ്മെ കൊണ്ടുവരുവാനുള്ള സൗഖ്യത്തെക്കുറിച്ചാണ് ഞാനിവിടെ പറയുന്നത്. നമ്മെ സൗഖ്യമാക്കണം ദൈവം. നമ്മളുടെ ക്യാരക്ടറിൽ വന്നിട്ടുള്ള കോട്ടങ്ങളെ മാറ്റി ദൈവത്തിൻ്റെ ഒരു മനുഷ്യനാക്കി നമ്മെ പണിയുവാൻ ദൈവം ഇടയാക്കണം. അപ്പോഴാണ് പാപത്തിൻ്റെ മേൽ നമുക്ക് ജയം കിട്ടുന്നത്. പിന്നെ നമുക്ക് പാപത്തിന് നമ്മുടെ മേൽ സ്വാധീനമൊന്നും ഉണ്ടാവുകയില്ല. ഒരു ഹെൽത്തി ആയിട്ടുള്ള മനുഷ്യനെ രോഗം വരാനായിട്ടുള്ള സാധ്യത ഇല്ല. ശരിയല്ലേ? ഒരു ഹെൽത്തി മാൻ, നല്ല പ്രതിരോധ ശക്തിയുള്ള ഒരു മനുഷ്യന് രോഗങ്ങൾ അങ്ങനെ കയറി പിടിക്കില്ല. അതെന്താ? അവൻ്റെ ശരീരം ഫൈറ്റ് ചെയ്യാൻ റെഡിയാ. എന്ത് അറ്റാക്ക് വന്നാലും അതിനെ അടിച്ച് തകർത്ത് വിടും. ദൈവഭക്തനായി തീരുമ്പോൾ പാപത്തിന് പിന്നെ സ്വാതന്ത്ര്യം നമ്മുടെ മേല് ഇല്ല. കാരണം വരുമ്പോൾ തന്നെ അതിനടിച്ച് പുറത്തേക്ക് വിടും. ആരാണ് പാപം ചെയ്യുന്നത്? ബലഹീനനാണ്. മനസ്സിലായല്ലോ? ബലമില്ലാത്തവനാണ് പാപത്തിന് വിധേയനായിട്ട് തീരുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ ബലഹീന മനുഷ്യൻ പാപമുഖാന്തരം നമ്മളിൽ ഉണ്ടായിട്ടുള്ള കോട്ടങ്ങളെ മാറ്റി നാം ശക്തീകരിക്കപ്പെടണം. അതിന് ദൈവസന്നിധിയിലേക്ക് കടന്നു പോകേണ്ട ആവശ്യം നമ്മൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ആത്മപരിശോധന ചെയ്യുന്നത് വളരെ സൂക്ഷ്മമായി ചെയ്യണം. അതെന്താണെന്ന് ഞാൻ പറയാൻ കാര്യം, നമുക്കൊക്കെ ഒരു നല്ലൊരു സ്വഭാവമുള്ളത്, നല്ലതെന്ന് പറയില്ല, ഒരു സ്വഭാവമുള്ളത് നമ്മുടെ പാപങ്ങളെയൊക്കെ കുറച്ച് കാണാനായിട്ടുള്ളൊരു ആറ്റിറ്റ്യൂഡ് നമുക്ക് എപ്പോഴും ഉണ്ട്. വല്ലവൻ്റെയൊക്കെ നന്നായിട്ട് കാണാം, മൈക്രോസ്കോപ്പ് വെച്ച് കാണും. നമ്മുടേത് അത്ര വലിയ കുഴപ്പമൊന്നുമില്ല ഞാൻ എന്ന് വരുത്താനുള്ളൊരു ശ്രമം ദയവ് ചെയ്ത് അങ്ങനെ ചെയ്യരുത്. ബി ബ്രൂട്ടൽ. ഞാൻ പറയാം, നമ്മളെ അസസ് ചെയ്യുമ്പോൾ ഒരു ബ്രൂട്ടൽ ആറ്റിറ്റ്യൂഡ് ആയിരിക്കണം നമ്മുടേത്. എന്താ? നീ അങ്ങനെ പറഞ്ഞു, അത് തെറ്റാണ്, അങ്ങനെ തന്നെ വേണം. അല്ലാതെ അത് ഇന്നാരും ഇങ്ങനെ പറഞ്ഞത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്നൊക്കെ ഈ ഏച്ചു കൂട്ടുന്നതുണ്ടല്ലോ, അതൊക്കെ മാറ്റി നിർത്തിക്കോ. കാരണം ഇന്നാരും ഇന്നത് പറഞ്ഞതുകൊണ്ടൊന്നും ഞാൻ ഇത് പറയേണ്ട ആവശ്യം ഇല്ല. പറഞ്ഞ മനസ്സിലായല്ലോ? അവൻ എന്നെ കോപിപ്പിച്ചു, അതുകൊണ്ടാണ് ഞാൻ കോപിച്ചത്. അവൻ നിന്നെ കോപിപ്പിച്ചത് കൊണ്ട് നീ കോപിക്കാനുള്ളതേ ഉള്ളെങ്കിൽ നിന്റെ വ്യക്തി ബലമുള്ളവൻ അല്ല. നമ്മുടെ കർത്താവിനെ കോപിപ്പിക്കാൻ എന്തുമാത്രം ശ്രമിച്ചു, കർത്താവിനെ അവഹേളിക്കാൻ എത്രമാത്രം ശ്രമിച്ചു, എത്രമാത്രം തന്നെ ബിയൽസെബൂലിനെ കൊണ്ടാണ് നീ ഭൂതങ്ങളെ പുറത്താക്കുന്നു പറഞ്ഞ് അപമാനിച്ചില്ലേ ഈച്ചകളുടെ ദേവനെ കൊണ്ട്. കർത്താവ് എന്നിട്ട് വല്ലതും പറഞ്ഞോ? അതിനെതിരെ കർത്താവ് എന്തെങ്കിലും അവരെ ശാസിച്ചോ? കർത്താവ് പറഞ്ഞു, ഞാൻ ബിയൽസെബൂലിനെ കൊണ്ടാണെങ്കിൽ നിങ്ങളുടെ പിള്ളേരാരെ കൊണ്ടാണ് ജയിക്കുന്നത്? ഇതൊക്കെയാ കർത്താവ് ചോദിച്ചു അല്ലേ? കർത്താവ് അവരോട് അവിഹിതമായതൊന്നും പറഞ്ഞില്ല, കർത്താവ് അവരോട് കോപിച്ചില്ല. അതിന്റെ കാരണം തൻ്റെ വ്യക്തിത്വം അത് സ്ട്രോങ് ആണ്, ദൈവഭക്തനാണ്. അവനെ സ്ക്രാച്ച് ചെയ്യാനായിട്ട് ഇതുകൊണ്ടൊന്നും നടക്കുകയില്ല. ഇത് പറയുന്ന ഞാൻ മികച്ചവനായതുകൊണ്ട് അല്ല കേട്ടോ പറയുന്നത്. ഞാൻ പറയുകയാണ്, എന്നിൽ എൻ്റെതായ ബലഹീനതകളുണ്ട്, അതിനുവേണ്ടി ഞാൻ നിരന്തരം പ്രാർത്ഥിക്കുന്നുമുണ്ട്. എൻ്റെ ബലഹീനതകളിന്മേൽ എനിക്ക് ജയം തരാൻ ദൈവത്തിനെ കഴിയൂ, അതുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ ജയിക്കുന്നവരായിട്ട് തീരണം. വളരെ കാർക്കശ്യ ബുദ്ധി നമുക്ക് ഇക്കാര്യത്തിൽ വേണം. കാർക്കശ്യ ബുദ്ധി എന്ന് പറഞ്ഞാൽ ഒരു എക്സ്ക്യൂസും കൊടുക്കരുത്. എന്നോട് ഇന്നിന്ന പാപങ്ങളൊക്കെ നീ ചെയ്തു, ഇന്നിന്നതൊക്കെ നീ ചിന്തിച്ചു, ഇന്നിന്നതൊക്കെ നീ പറഞ്ഞു, ഇന്നിന്നതൊക്കെ നീ കണ്ടു, ഇന്നിന്നതൊക്കെ നീ കേട്ടു. പറഞ്ഞു മനസ്സിലായല്ലോ? ലിസ്റ്റ് ഡൗൺ. ഇതെന്താ ഞാൻ ഈ വർക്ക്ഷോപ്പ് പോലെ പറയുന്നതെന്ന് വെച്ചാൽ, പാപം പാപമാണെന്ന് തെളിയണം. എങ്കിൽ മാത്രമേ പാപത്തിൽ നിന്ന് വിടുതൽ കിട്ടുകയുള്ളൂ. ഇന്നാര് കോപിപ്പിച്ചത് കൊണ്ട് ഞാൻ കോപിച്ചതാണെന്ന് പറയുന്നവനെ ഞാൻ പറയാം, നീ അടുത്ത തവണയും കോപിച്ചിരിക്കും. അതെന്താ? നിന്റെ പാപത്തെ നീ ലഘുവായിട്ടാണ് കാണുന്നത്. പാപത്തെ പാപമായിട്ട് നിനക്ക് കാണാൻ കഴിയുന്നില്ല എങ്കിൽ നീ അതിൽ നിന്ന് വിജയിക്കുമെന്ന് നീ ഒരിക്കലും സ്വപ്നം കാണണ്ട. ഞാൻ പറഞ്ഞു മനസ്സിലായോ? പാപത്തെ പാപത്തിന്റെ ഗൗരവത്തോടു കൂടെ കാണുവാൻ നിനക്ക് കഴിയുന്നില്ല എങ്കിൽ, നമ്മൾ ആരെങ്കിലും ഇങ്ങനെ പറയോ, കള്ളം വന്ന് വാതുക്ക നിരന്തരമായി മുട്ടിയത് കൊണ്ടാണ് ഞാൻ തുറന്നു കൊടുത്തതെന്ന് പറയോ?
അങ്ങനെ പറയുമോ? അങ്ങനെ ആരും പറയില്ല. കള്ളനാണെന്ന് അറിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൻ മുട്ടുകല്ല വാതിലെടുക്കാൻ ശ്രമിച്ചാലും നീ തുറന്ന് കൊടുക്കില്ല. അതാണ് പാപം. പാപം ഒരു കള്ളനാണ്. അവൻ നിന്നെ ഡാമേജ് ചെയ്യാനാണ് വരുന്നത്. അത് അറിഞ്ഞുകൊണ്ട് നീ അവനെ പുറത്തു നിർത്തേണ്ടത് നിന്റെ ഉത്തരവാദിത്തമാണ്. XYZ കാരണങ്ങൾ പറഞ്ഞ് ഒഴിവൊഴിവെന്നും പറഞ്ഞ് കാര്യം നടക്കുകയില്ല. നീ തുറന്നു കൊടുത്തെങ്കിൽ അത് നിന്റെ മിസ്റ്റേക്കാണ്. അത് അക്നോളജ് ചെയ്യുക. യെസ്, ഐ ഡിഡ്. ഈ ലിസ്റ്റ് ദൈവസന്നിധിയിൽ കൊണ്ടുപോകണം നമ്മൾ. 2 തിമോത്തിയോസ് 2:20-21 വരെയുള്ള ഭാഗം നമുക്കൊന്ന് വായിക്കാം. ഇവയെ വിട്ടകന്ന്, ഏതൊക്കെയാണ് ഇവയെ വിട്ടകലേണ്ടത്? ഹീനമായത്. അതിൻ്റെ താഴെ പറഞ്ഞിട്ടുണ്ട് യൗവനമോഹങ്ങളെ വിട്ട് ഓടുവിനെന്ന്. ഹീനമായ കാര്യങ്ങൾ, അതാണ് ഇവിടെ ഇവയെ വിട്ടകന്ന്. ഇവയെ വിട്ടകന്ന് തന്നെത്താൻ വെടിപ്പാക്കുന്നവൻ വിശുദ്ധവും ഉടമസ്ഥന് ഉപയോഗവുമായി നല്ല വേലയ്ക്ക് ഒരുങ്ങിയിരിക്കുന്ന മാനപാത്രം ആയിരിക്കും. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നമ്മുടെ ജീവിതത്തിലുള്ള കുറവുകളെ നാം മനസ്സിലാക്കണം. ബലഹീന വശങ്ങൾ എഴുതി വെക്കണം. നമ്മുടെ പാപങ്ങൾ നാം ലിസ്റ്റ് ഡൗൺ ചെയ്യണം. ഇത് ഏരിയയിലൊക്കെ എനിക്ക് കുറവുണ്ട് കർത്താവ്, അത് ഹീനമാണ്. ആ ഹീന കാര്യങ്ങളെ ഞാൻ ദൈവസന്നിധിയിൽ കൊണ്ടുചെന്ന് എന്നിൽ നിന്ന് മാറ്റിക്കളയണം, വിട്ട് അകലണം. അങ്ങനെ ഞാൻ വിട്ട് അകലുമ്പോൾ, എന്നെ തന്നെ വെടിപ്പാക്കുമ്പോൾ, ദൈവാത്മാവ് പറയുകയാണ് അങ്ങനെ ചെയ്യുന്നവൻ ഉടമസ്ഥന് ഉപയോഗമുള്ള മാനപാത്രം ആയിരിക്കും. ദൈവത്തിനടുത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന പാത്രങ്ങളായിട്ട് നാം തീരും. ഇങ്ങനെ തന്നെ വിശുദ്ധീകരിക്കുന്ന, വൃത്തിയാക്കുന്ന വ്യക്തികളെയാണ് ദൈവം സഭകളിൽ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ദൈവത്തിന് നമ്മുടെ എണ്ണത്തിലല്ല പ്രസാദം. അത് നമ്മൾ തിരിച്ചറിയണം. ദൈവത്തിന് എണ്ണത്തിലല്ല പ്രസാദം. ദൈവത്തിന് തന്നെ പോലെയുള്ളവരിലാണ് പ്രസാദം. ഇസ്രായേൽ മക്കൾ 6 ലക്ഷം പുരുഷന്മാർ സ്ത്രീകളും കുഞ്ഞുങ്ങളുമായിട്ട് പുറപ്പെട്ടതാ. മരുഭൂമി കടന്ന് യോർദാൻ അപ്പുറത്തേക്ക് കടന്നത് 2 പുരുഷന്മാരാണ്, കാലേബും യോശുവയും. ബാക്കി എല്ലാവരെയും ദൈവം മരുഭൂമിയിൽ ഒടുക്കി കളഞ്ഞു. എന്താ കാരണം? ദൈവത്തോട് അവർ പറ്റി നിന്നില്ല. അതാ വിഷയം. വേറൊരു വിഷയമില്ല. അവർ ദൈവത്തോട് പറ്റി നിന്നില്ല, അഥവാ ദൈവഭക്തന്മാരായിരുന്നില്ല. ഇത് നമ്മൾ ഗൗരവമായിട്ട് മനസ്സിലാക്കണം പ്രിയമുള്ളവരെ. എണ്ണമല്ല വേണ്ടത്, ഗുണമാണ് വേണ്ടത്. നമ്മൾ മാറ്റേണ്ടത് സമ്പൂർണമായി മാറ്റണം. നമ്മളെ പെർഫെക്റ്റ് വെസൽസ് ആക്കി മാറ്റാൻ നമ്മൾ ഡിസൈഡ് ചെയ്ത് ദൈവസന്നിധിയിൽ കടന്നുപോയി കാര്യങ്ങളെ അറിയിക്കേണ്ടത് ആവശ്യമാണ്. നമ്മൾ ഇക്കാര്യത്തിൽ ഒരു എക്സ്ക്യൂസും കൊടുക്കരുത്. കാരണം നമ്മൾ വിശ്വസിക്കുന്ന, സേവിക്കുന്ന ദൈവം നമ്മൾ വിശ്വസിക്കുന്നതിനേക്കാളും ചിന്തിക്കുന്നതിനേക്കാളും അതിപരിശുദ്ധൻ ആണ്. അവനെക്കുറിച്ച് ദൈവവചനത്തിൽ നമ്മൾ വായിക്കുന്നത് ദൂതന്മാരിലും അവന് മതിപ്പില്ല. സ്വർഗവും തൃക്കണ്ണിന് നിർമ്മലം അല്ല. ശ്രദ്ധിച്ചിട്ടുണ്ടോ വാക്കുകൾ? സ്വർഗവും തൃക്കണ്ണിന് നിർമ്മലമല്ലല്ലോ. സ്വദൂതന്മാരിലും അവൻ കുറ്റം ആരോപിക്കുന്നു. നിങ്ങൾ ആ വാക്കുകളൊക്കെ എടുത്ത് വായിക്കണം. ദൈവത്തിൻ്റെ പരിശുദ്ധി നമ്മൾ പറയുന്നത് പോലെയൊന്നുമല്ല. നമ്മൾ കോംപ്രമൈസസ് ഒക്കെ ചെയ്തിട്ട് ദൈവം അതിൽ പ്രസാദിക്കും, അല്ലെങ്കിൽ ദൈവം സാരമില്ല എന്ന് കരുതുമെന്നാണ് നാം കരുതുന്നതെങ്കിൽ പ്രിയമുള്ളവരെ, നമുക്ക് സാരമായ തെറ്റ് പറ്റിപ്പോയിട്ടുണ്ട്. അങ്ങനെയല്ല നമ്മുടെ ദൈവം. അവനിൽ ഇരുട്ടൊട്ടുമില്ല എന്ന് പറയുമ്പോൾ അവനിൽ ഇരുട്ടൊട്ടുമില്ലാത്തവൻ തന്നെയാണ്. അവൻ വെളിച്ചം തൻ്റെ വസ്ത്രമായിട്ട് എടുത്തിരിക്കുന്ന, വെളിച്ചത്തിൽ അധിവസിക്കുന്ന മഹാദൈവമാണ്. അവൻ്റെ അടുത്തേക്ക് യാതൊരു അശുദ്ധിക്കും കടന്നു ചെല്ലുവാൻ പറ്റുകയില്ല. അതിൻ്റെ സിമ്പലായിട്ടാണ് ഇസ്രായേലിനോട് പറഞ്ഞത്, പർവ്വതത്തിൻ്റെ അടിവാരത്തിലേക്ക് ആരും അടുത്ത് വരരുത്. മൃഗങ്ങൾ അതിൻ്റെ അടുത്തേക്ക് കടന്നു വന്നാൽ അതിനെ കൈ തൊടാതെ കല്ലെറിഞ്ഞോ അമ്പെയ്തോ കൊല്ലണം. കാരണം ദൈവത്തിൻ്റെ പരിശുദ്ധിക്ക് അത് നിരക്കുന്നതല്ല. അങ്ങനെയെങ്കിൽ നമ്മൾ വളരെ ബുദ്ധിയോടുകൂടെ തന്നെ നമ്മുടെ ജീവിതങ്ങളെ ക്രമീകരിക്കണം. അത് നമ്മൾ വളരെ സ്ട്രെസ്ഫുള്ളായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. മാത്രമല്ല, നമ്മളിൽ ദൈവ രഹസ്യ പാപങ്ങൾ ഉണ്ടായിരിക്കുകയും ദൈവം അതിന്മേൽ ഉടനടി ബാലശിക്ഷ നൽകുന്നില്ല എന്നുള്ളതിനാൽ
ദൈവം നമ്മെപ്പോലെ ഒരുത്തനാണെന്ന് നമ്മൾ നിരൂപിക്കരുത്. സങ്കീർത്തനം 50 അത് പറഞ്ഞിട്ടുണ്ട്. നീ നിന്റെ സഹോദരന് നേരെ ദൂഷണം പറഞ്ഞു. നമുക്ക് വേണമെങ്കിൽ ആ ഭാഗം ഒന്ന് വായിക്കാം. ഞാനത് ഇതിൽ എഴുതിയിട്ടില്ല എങ്കിലും ആ ഭാഗം നമുക്കൊന്ന് വായിക്കാം. അതെന്തിനാന്ന് ചോദിച്ചാൽ നമ്മുടെ ദൈവത്തിൻ്റെ സ്വഭാവം നമ്മളൊന്ന് അറിഞ്ഞിരിക്കണമല്ലോ. സങ്കീർത്തനങ്ങൾ 50, 16 തൊട്ട് താഴോട്ടുള്ള ഭാഗങ്ങളാണ്. 17 തൊട്ട് വായിച്ചാൽ മതി. ഇവ നീ ചെയ്ത് ഞാൻ മിണ്ടാതിരിക്കുകയാൽ ഞാൻ നിന്നെ പോലെയുള്ളവനെന്ന് നീ നിരൂപിച്ചു. നമ്മളെ പലപ്പോഴും ദൈവം ശിക്ഷിക്കാതെ വിടും. അവസരങ്ങൾ പിന്നെയും തരും മാനസാന്തരപ്പെടാനും നമ്മെ തന്നെ വിശുദ്ധീകരിക്കാനും. പക്ഷെ നമ്മൾ അതൊരു എക്സ്ക്യൂസായിട്ട് എടുത്താൽ നിരത്തി വയ്ക്കും. തൊണ്ടി പിടിച്ചിട്ട് ഈ കേസിൽ പിടിച്ചിട്ട് നിരത്തി വയ്ക്കില്ല, അതുപോലെ നിരത്തി വെച്ച് തരുമെന്നാണ് ഈ പറയുന്നത്. ദൈവത്തെ മറക്കുന്നവരെ ഇത് ഓർത്തുകൊള്ളുവിൻ, വിടുവിപ്പാൻ ആരും ഉണ്ടാവുകയില്ല. വിശ്വാസികളായിട്ടുള്ള നമ്മൾ വിചാരിക്കും ഞങ്ങളും ദൈവമക്കളല്ലേ, ഇത് ദുഷ്ടനോട് പറഞ്ഞിരിക്കുന്നതാണല്ലോ. ദുഷ്ടൻ പാപം ചെയ്യുന്നവനാണ്, പാപം ചെയ്യുന്നവൻ ദുഷ്ടനുമാണ്. വിശ്വാസികളായതുകൊണ്ട് പാപം ചെയ്താൽ വിശുദ്ധനായിരിക്കുകയില്ല. അങ്ങനെ ഒരു പ്രോമിസ് ഒന്നും നമുക്ക് ദൈവവചനത്തിൽ ഇല്ല. എസ്കേലിന്റെ പ്രവചന പുസ്തകം എടുത്ത് വായിച്ചാൽ മതി. നീതിമാൻ തൻ്റെ നീതി വിട്ടകന്ന് പാപത്തിന്റെ വഴിയിൽ സഞ്ചരിച്ചാൽ അവൻ അത് നിമിത്തം മരിക്കും. അങ്ങനെ തന്നെ എഴുതിയിരിക്കുന്നത്. എന്നാൽ ദുഷ്ടൻ തൻ്റെ വഴികളെ കുറിച്ച് അനുതപിച്ച് നീതി ചെയ്യുവാൻ തുടങ്ങിയാൽ അവൻ ജീവിക്കും. അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ദൈവമക്കളായതുകൊണ്ട് പാപം ചെയ്ത് ജീവിക്കാമെന്നാണ് നാം കരുതുന്നതെങ്കിൽ പ്രിയമുള്ളവരെ, തെറ്റുപറ്റി. ദൈവം ആദ്യം അടി തരുന്നത് തൻ്റെ മക്കൾക്കായിരിക്കും. ലോകത്തിന് പിന്നെ അടി കൊടുക്കുന്നുണ്ട്, അത് പിന്നാലെ ചെയ്യേണ്ട കാര്യം. ആദ്യം അടി കൊടുക്കുക തൻ്റെ മക്കൾക്കാണ്. നമ്മളിതൊരിക്കലും മറക്കരുത്. മാനസാന്തരപ്പെട്ടുകൊള്ളുക, പാപത്തെ വെറുക്കുക, ദൈവത്തോട് അടുത്തുകൊള്ളുക. ദൈവം നമ്മെ ശിക്ഷിക്കാതിരിക്കുന്നത് കൊണ്ട് തൻ്റെ ബലഹീനതയായിട്ട് നമ്മൾ ഒരിക്കലും വ്യാഖ്യാനിക്കരുത്. ദൈവം പിടിക്കുന്ന നാളിൽ ഒരു നീക്കുപോക്കും പിന്നെ കിട്ടുകയില്ല. ഒരു നീക്കുപോക്കും കിട്ടുകയില്ല. പെട്ടെന്ന് നാശം വന്നു ഭവിക്കും. അതിനൊരിക്കലും നമ്മൾ ഇട കൊടുക്കരുത്. അതുകൊണ്ടാണ് കൊരിന്ത ലേഖനത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നത്, ഇത് നിമിത്തം നിങ്ങളിൽ പലരും രോഗികളും ബലഹീനരും പലരും നിദ്രയും കൊള്ളുന്നു. ഇതൊക്കെ സംഭവിക്കും. വിശ്വാസികളുടെ ജീവിതത്തിൽ ഉള്ള കാര്യമാണല്ലോ പറയുന്നത്. അതുകൊണ്ട് നമ്മൾ സൂക്ഷിക്കണം. നമ്മൾ ഒരിക്കലും ദൈവത്തെ പരീക്ഷിക്കുവാനായിട്ട് നമുക്ക് ഇടയാകരുത്. സങ്കീർത്തനങ്ങൾ 19:12 നമുക്കൊന്ന് വായിക്കാം. മറഞ്ഞിരിക്കുന്ന തെറ്റുകളെ പോക്കി എന്നെ മോചിക്കണമേ. നമ്മുടെ ജീവിതത്തിൽ മറഞ്ഞിരിക്കുന്നത് പോലും ദൈവം മാറ്റിക്കളയണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ദൈവം അത് വെളിപ്പെടുത്തി തരും. നമ്മളിൽ മറഞ്ഞിരിക്കുന്നത് പോലും ദൈവം വെളിപ്പെടുത്തി തരും. അതെന്താ? മറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തെറ്റല്ലാതെ ആയി തീരുന്നില്ല. മറഞ്ഞിരിക്കുന്ന പാപങ്ങൾക്കും യാഗം കഴിക്കുവാൻ ഇസ്രായേൽ മക്കൾക്ക് അത് വെളിപ്പെടുമ്പോൾ ആവശ്യം ഉണ്ടായിരുന്നു. അതുപോലെ നമ്മുടെ ജീവിതത്തിലും അങ്ങനെ തന്നെയാണ് എന്ന് കാണുവാൻ സാധിക്കും. ഒന്നാമത്തെ കാര്യം നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്, നമ്മളുടെ കഴിഞ്ഞ കാലങ്ങളിൽ വന്ന കുറവുകളെ ഓർത്ത് ഒരു റിഗ്രറ്റ്, ദുഃഖം നമ്മളിൽ ഉണ്ടായിരിക്കണം. അനുതാപം. നമുക്കൊരു ദുഃഖം ഉണ്ടായിരിക്കണം. കർത്താവേ, ഞാൻ നിന്നോട് തെറ്റ് ചെയ്തു പോയി. ഒരു ജെനുവിൻ റിഗ്രറ്റ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. പലർക്കും ഉണ്ടാകുന്ന റിഗ്രറ്റ് എന്ന് പറയുന്നത് അടുത്ത പാപം ചെയ്യാനുള്ള ലൈസൻസാ. ഇപ്പോൾ ഒന്ന് ക്ഷമ കിട്ടിയാൽ മതി, പിന്നെ അടുത്തത് ചെയ്യാം. എൻ്റെ പ്രിയമുള്ളവർ, അങ്ങനെ ആയിരിക്കരുത്. പാപത്തെക്കുറിച്ച് നമ്മൾ വളരെ കെയർഫുൾ ആയിരിക്കണം. കാരണം പാപം നമ്മുടെ ആത്മീക മനുഷ്യനെ നശിപ്പിച്ചു കളയുന്നതാണ്. അതുകൊണ്ട് റിഗ്രറ്റ് ജെന്യുവിൻ ആയിരിക്കട്ടെ, ഇനി അത് ചെയ്യരുത്. അതാണ് റിഗ്രറ്റ് കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തെ കാര്യം റിപ്പൻറ്റൻസ്. മാനസാന്തരപ്പെട്ട് പൂർവ്വകാലം നമ്മൾ ഉപേക്ഷിച്ച് കളയണം. ജെനുവൻലി, യാഥാർത്ഥ്യത്തോടുകൂടെ. എന്താണ് ഈ മാനസാന്തരം എന്ന് പറയുന്നത്? മാനസാന്തരം എന്ന് പറയുന്നത് പലപ്പോഴും നമ്മൾ തെറ്റിദ്ധരിക്കുന്ന ഒരു വിഷയമാണ്. ഈ റിഗ്രറ്റ് ആണ് മാനസാന്തരം എന്നാണ് പലപ്പോഴും നമ്മൾ തെറ്റിദ്ധരിക്കുന്നത്. നോ, ദ ആൻസർ ഈസ് നോ. റിഗ്രറ്റ് ഈസ് നോട്ട് റിപ്പൻറ്റൻസ്. റിഗ്രറ്റ് എന്ന് പറയുന്നത് നമുക്കുണ്ടാകുന്ന ദുഃഖമാണ്. കർത്താവിൻ്റെ ക്രൂശീകരണത്തിൻ്റെ സമയത്ത് 2 വ്യക്തികൾ കർത്താവിനോട് പാപം ചെയ്തു. 2 പേർക്കും ദുഃഖം ഉണ്ടായി. ഒരാള് യൂദ ഇസ്കരിയോത്ത, രണ്ടാമത്തെ ആള് പത്രോസ്. പത്രോസിനും ദുഃഖം ഉണ്ടായി. അവൻ കരഞ്ഞു. യൂദ പോയിട്ട് പറഞ്ഞു, ഞാൻ കുറ്റമില്ലാത്ത രക്തം കാണിച്ചു കൊടുത്തതിനാൽ പാപം ചെയ്തു. അവനും ഉണ്ടായി ദുഃഖം.
പക്ഷെ ഒരു മനുഷ്യൻ പോയി കെട്ട് ഞാന്ന് ചത്തു, മറ്റേ മനുഷ്യൻ യഥാസ്ഥാനപ്പെട്ടു. പറഞ്ഞ മനസ്സിലായല്ലോ? അതിനെക്കുറിച്ച് കൊരിന്ത്യർ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത് ദൈവഹിതപ്രകാരമുള്ള അനുതാപം ജീവനെ ഉളവാക്കുന്നു, ദൈവഹിതപ്രകാരമല്ലാത്ത അനുതാപം മരണത്തെ ഉളവാക്കുന്നു. മനസ്സിലായല്ലോ? ഇപ്പൊ ദൈവഹിതപ്രകാരമുള്ള റിഗ്രറ്റാണ് നമുക്ക് വേണ്ടത്. ആ റിഗ്രറ്റ് എന്താ ചെയ്യുക? അടുത്ത സ്റ്റെപ്പിലേക്ക് കിടക്കും. അതെന്താണ്? റിപ്പന്റൻസ്. മനസ്സിന് അന്തരം സംഭവിക്കും. പിന്നെ ഒരിക്കലും പത്രോസ് കർത്താവിനെ തള്ളി പറഞ്ഞില്ല. മനസ്സിലായല്ലോ ഞാൻ പറഞ്ഞതിൻ്റെ ആശയം? പിന്നെ അവൻ കർത്താവിനെ മുറുകെ പിടിച്ചു. കർത്താവിനോടുള്ള ബന്ധത്തിൽ ബലഹീനനാണ് പത്രോസ് പലപ്പോഴും, എന്നാലും പിന്നെ ഒരിക്കലും കർത്താവിനെ അവൻ തള്ളി പറയുന്നില്ല. റിപ്പന്റൻസ് ഉണ്ടായി. തൻ്റെ മാർഗത്തിൽ നിന്ന് താൻ ശരിയായ പാതയിലേക്ക് തിരിഞ്ഞ് പോകാൻ തുടങ്ങി. അതാണ് റിപ്പന്റൻസ്. റിഗ്രറ്റ് മാത്രമേ നമുക്കുള്ളൂ എങ്കിൽ റിപ്പന്റൻസിന് പ്രസക്തിയില്ല. എ റിഗ്രറ്റ് ഷുഡ് ഫോളോ വിത്ത് എ റിപ്പന്റൻസ്. മനസ്സിലായല്ലോ? നമ്മുടെ റിഗ്രറ്റ് റിപ്പന്റൻസിലേക്ക് നയിക്കണം. റിപ്പന്റൻസ് എന്ന് പറഞ്ഞാൽ ഇനി ഒരിക്കലും ആ കാര്യം റിപ്പീറ്റ് ചെയ്യാതെ എന്നേക്കുമായിട്ട് അതിനെ ഉപേക്ഷിക്കുവാൻ എൻ്റെ കൈകളെയും കാലുകളെയും മാറ്റമില്ലാത്ത ഒന്നിനോട് ചേർത്ത് കെട്ടുന്നതാണ് റിപ്പന്റൻസ്. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? ഇനി ഒരിക്കലും അത് ചെയ്യാതെ എൻ്റെ കൈയും കാലും മാറ്റമില്ലാത്ത ഒന്നിനോട് കെട്ടിവെക്കുകയാണ് ഞാൻ പറഞ്ഞതിൻ്റെ ആശയം മനസ്സിലായോ? എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ട് പോകാനുള്ള വഴിയൊന്നും ഞാൻ വയ്ക്കുന്നില്ല. നമ്മുടെ ജീവിതത്തിൽ പാപത്തിനുള്ള വഴി ഏതാണെന്ന് നമുക്കറിയാം. തെറ്റിപ്പോയത് ഏതൊക്കെയാണെന്ന് മനസ്സിലാകുമല്ലോ നമുക്ക്. ഇപ്പം ഞാനൊരു ഉദാഹരണം പറയുകയാണ്, സമയം അവസാനിക്കാറായി. എൻ്റെ ജീവിതത്തിൽ പാപം സംഭവിക്കുന്ന ഒരു മേഖല എന്ന് പറയുന്നത് സംസാരിക്കുമ്പോൾ ലൂസ് ടോക്ക് ചെയ്യുക എന്നുള്ളതാണെങ്കിൽ, ഇനി അങ്ങനെ സംഭവിക്കാതിരിക്കണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? അതിനുള്ള വേദി ഉള്ളിടത്ത് ഞാൻ പോകാതിരിക്കണം. മനസ്സിലായല്ലോ? ദൈവത്തിൻ്റെ വചനത്തിൽ ഇങ്ങനെയൊരു വാക്യമുണ്ട്: കലഹം ഉണ്ടാകുന്നതിന് മുമ്പ് സംസാരം നിർത്തിക്കൊള്ളുക. കാരണം സംസാരം കൂടുന്തോറും കലഹത്തിനുള്ള സാധ്യത എപ്പോഴും ഉണ്ട്. അപ്പോൾ സംസാരം കടന്നു പോകുന്നു എന്ന് കണ്ടാൽ എന്ത് ചെയ്യണം? നിർത്തിക്കൊള്ളുക. അവിടെ നമുക്ക് മറ്റുമെല്ലാം സംസാരിക്കാം എന്ന് പറയും. മനസ്സിലായല്ലോ? അവസരം കൊടുക്കരുത് പാപത്തിന്. കാരണം കലഹത്തിലേക്ക് അത് ചെന്ന് ചേരും. നമ്മൾ പാപത്തെ വെറുത്ത് മാനസാന്തരത്തോടെ ജീവിക്കുക എന്ന് പറയുമ്പോൾ, റിഗ്രറ്റ് ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ അതിനെ ഫോളോ ചെയ്യുന്ന റിപ്പന്റൻസ് ജെനുവിനായിരിക്കണം. പിന്നെയും അതിലേക്ക് തിരിച്ചു പോകാൻ ഒരു അവസരം നമ്മൾ കൊടുക്കരുത്. അങ്ങനെ ആയിരിക്കണം നമ്മുടെ ജീവിതം. ഉദാഹരണം പറഞ്ഞാൽ, ഇന്റർനെറ്റിൽ നോക്കി നമ്മൾക്ക് ആവശ്യമില്ലാത്തത് കാണുന്ന ഒരു സ്വഭാവം ഉണ്ടെന്ന് കരുതുക. അല്ലെങ്കിൽ ചാറ്റ് ചെയ്ത് വെറുതെ സമയം കളയുന്ന സ്വഭാവം ഉണ്ടെന്ന് കരുതുക. ഇന്നത്തെ പുതുതലമുറയ്ക്കുള്ള പോലെ കുറെ സെൽഫി എടുത്ത് കുറെ ലൈക്ക് മേടിക്കാനായിട്ടുള്ള വാനിറ്റിയുടെ പിറകിൽ നടക്കുകയാണെന്ന് കരുതുക. നിങ്ങൾക്ക് മാനസാന്തരമാണ് യഥാർത്ഥത്തിൽ ഉണ്ടാകേണ്ടതെങ്കിൽ ആദ്യമേ ആ സംഭവം അങ്ങ് നിർത്തിവെച്ചേക്കുക. ഇത് വെച്ചുകൊണ്ട് നീ മാനസാന്തരം ഒന്നും അനുഭവിക്കാൻ പോകുന്നില്ല. അതെന്താന്ന് ഞാൻ പറഞ്ഞുതരാം. ഒരു മിനിറ്റ് കൊണ്ട്. ഞാനത് നേരത്തെ പറഞ്ഞു. ഓൾറെഡി ഈ പാപങ്ങൾ നിന്റെ മനസ്സിനെ ചൂട് വെച്ചിട്ടാണ് ഇരിക്കുന്നത്. മനസ്സിലായല്ലോ? യു ഹാവ് നോ റെസിസ്റ്റൻസ് ടുവേർഡ്സ് ദീസ് സിൻസ്. പറഞ്ഞ മനസ്സിലായോ? നിന്റെ വ്യക്തിയെ ഈ പാപങ്ങൾ ഓൾറെഡി ബലഹീനമാക്കി വെച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് നീ അത് തുടരെ ചെയ്യുന്നത്. അതിൽ നിന്ന് നിനക്ക് വിടുതൽ പ്രാപിക്കണമെങ്കിൽ ഒന്നാമത് നീ ചെയ്യേണ്ടത്, ഇനി പൊള്ളലേൽക്കാതെ സൂക്ഷിക്കണം. പൊള്ളലേറ്റ ഭാഗവും സൗഖ്യമാകും കുറെ കഴിയുമ്പോൾ, അല്ലേ? ഡോക്ടർ പഠിച്ച സൗകര്യനറിയാം. നല്ല തൊലി വന്ന് സെൻസ് ഉള്ളതായിട്ട് പിന്നീട് തീരും. പക്ഷെ അതിനൊരു കാലഘട്ടം കൊടുക്കണം. അത് ഉടനടി അങ്ങ് നടക്കുന്ന കാര്യം അല്ല. ഹീലിങ്ങിനൊരു ടൈമുണ്ട്. നിന്റെ വ്യക്തി ഈ പാപത്തോട് പൂർണ്ണമായി എതിരിടുവാൻ ശക്തി പ്രാപിക്കുന്നത് വരെ. പറഞ്ഞ മനസ്സിലായോ? ഈ വിഷയത്തോട് നിനക്ക് എതിരിട്ട് ജയിക്കുവാൻ ശക്തി പ്രാപിക്കുന്നത് വരെ അത് നിന്റെ ജീവിതത്തിൽ കടന്നു വരാതെ നീ
സൂക്ഷിക്കണം. ഇവിടെ റോക്കറ്റ് സയൻസ് ഒന്നുമില്ല, ഞാൻ ഉള്ളതോളം പറയാണ്. ദർ ഈസ് നോ റോക്കറ്റ് സയൻസ് ടു വിൻസ് സിൻസ്. പാപത്തോട് എതിർത്ത് നിൽക്കണമെങ്കിൽ നമുക്ക് ശക്തി വേണം. ശക്തിഹീനമായിരിക്കുന്നതിൻ്റെ മേഖലയെ ഞാൻ കർത്താവിൽ ആശ്രയിച്ച് ബലപ്പെടുത്തിയിട്ടല്ലാതെ ആ പാപത്തോട് നമുക്ക് നേരിടാൻ സ്വമേധയാ സാധിക്കുകയില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? അതിനുള്ള അവസരം കൊടുക്കാതെ ഇരിക്കണം. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. റിപ്പൻറ്റൻസ് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഇനി അത് എൻ്റെ ജീവിതത്തിൽ വരാതെ ഞാൻ എന്നെ തന്നെ അതിൽ നിന്ന് പൂർണ്ണമായി മാറ്റി നിർത്തുക എന്നുള്ളതാണ്. അവസരം കൊടുക്കാതിരിക്കുക. റിപ്പൻറ്റൻസ്. പുതിയ മാർഗത്തിലേക്ക് പോവുക, പഴയ മാർഗം വിടുക. കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ അകത്ത മനുഷ്യൻ ബലപ്പെടും. ബലപ്പെട്ട് കഴിയുമ്പോൾ ഇതേ പ്രശ്നം നിന്റെ മുന്നിൽ വന്നാൽ നീ അതിനെ വിജയിക്കും. പിന്നീട് ദൈവാത്മാവ് നിന്നെ അതിന് ശക്തനാക്കും. ആത്മിക മനുഷ്യൻ സകലത്തെയും ജയിക്കും, പക്ഷേ ബലഹീന മനുഷ്യന് തോൽക്കാനേ സാധിക്കും. ഇവിടെയാണ് ക്രിസ്തീയ വിശ്വാസികൾ പലപ്പോഴും തോറ്റുപോകുന്നത്. അവർ വിചാരിക്കുന്നത് പാപത്തെക്കുറിച്ച് ദൈവത്തോട് ക്ഷമ ചോദിച്ചു കഴിയുമ്പോൾ ദൈവം ക്ഷമിച്ചു, ഞാനിപ്പോൾ ശക്തനായി. ഇല്ല പ്രിയമുള്ളവരെ, ആ സന്തോഷമല്ല നിന്റെ ബലം, മറിച്ച് നിന്റെ അകത്ത മനുഷ്യൻ ബലപ്പെടുമ്പോൾ മാത്രമേ നിനക്ക് പാപത്തെ ജയിക്കാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് ഞാൻ ഈ വിഷയം ഇപ്പോൾ ഇവിടെ നിർത്തുകയാണ്. അടുത്ത ആഴ്ച നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഒന്നാമത് ചെയ്യേണ്ടത് കഴിഞ്ഞ കാലത്തുള്ള വീഴ്ചകളെ കുറിച്ച് റിഗ്രറ്റ് ഉണ്ടാകണം. രണ്ടാമത് ഒരു റിപ്പൻറ്റൻസ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കണം. അതിനായിട്ട് ദൈവം നമ്മെ സഹായിക്കട്ടെ. ഈ ആഴ്ച കടന്നു പോകുമ്പോൾ ദൈവസന്നിധിയിൽ പോയി അല്പസമയം ധ്യാനിക്കുക. എൻ്റെ ജീവിതത്തിൽ കഴിഞ്ഞ നാളുകളിൽ എന്തൊക്കെ കുറവുകളാണ് വന്നത്, എവിടെയൊക്കെ എനിക്ക് വീക്ക്നെസ് വന്നു, മുറുകെ പാറ്റുന്ന പാപങ്ങൾ എന്തൊക്കെയാണ്, അതൊക്കെ ഒന്ന് ലിസ്റ്റ് ഡൗൺ ചെയ്ത് ദൈവസന്നിധിയിലേക്ക് കടന്നു പോവുക. ക്ഷമയ്ക്കായിട്ട് യാചിക്കുക. ദൈവസന്നിധിയിൽ ഇരുന്ന് ഹീലിംഗ് പ്രാപിക്കുക, സൗഖ്യം പ്രാപിക്കുക. എങ്കിൽ ദൈവഭക്തനായിട്ട് ജീവിക്കുവാൻ നമ്മൾ റെഡിയാകും. ദൈവം അതിനായിട്ട് നമ്മെ സഹായിക്കട്ടെ. ദൈവനാമം വാഴ്ത്തപ്പെടുന്നവരാകട്ടെ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മൾ കഴിഞ്ഞ ആഴ്ച ദൈവഭക്തി നമ്മുടെ വ്യക്തി ജീവിതങ്ങളിൽ പ്രായോഗികമാക്കുന്നതിന് എങ്ങനെ ഒരുങ്ങാം എന്നുള്ള വിഷയമാണ് പഠിച്ചു തുടങ്ങിയത്. ദൈവഭക്തിയിൽ ജീവിക്കണമെങ്കിൽ നാം ആദ്യമായി നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞ കാലങ്ങളിൽ വന്നു പോയിട്ടുള്ള വീഴ്ചകളെക്കുറിച്ച് ബോധവാന്മാരായി തീരണം. ഏത് മേഖലകളിലൊക്കെയാണ് നമ്മൾക്ക് തോൽവികൾ സംഭവിച്ചിട്ടുള്ളത്, ഏത് പാപങ്ങളാണ് അല്ലെങ്കിൽ ദൈവകൽപ്പന ലംഘനങ്ങളാണ് സ്ഥിരമായി നമ്മിൽ വരാറ്, എങ്ങനെയുള്ള കാര്യങ്ങളെ നമ്മൾ മനസ്സിലാക്കി ദൈവസന്നിധിയിൽ അതിനെ ഓർത്ത് ദുഃഖിച്ച് ദൈവസന്നിധിയിൽ കടന്നു ചെന്ന് ആ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ദൈവത്തിൻ്റെ ക്ഷമയ്ക്കായിട്ടും നിരപ്പിനായിട്ടും നാം ശ്രമിക്കണം. അതോടൊപ്പം ഇനി ആ പാപം ചെയ്യാൻ ഇടവരാതെ വണ്ണം നമ്മുടെ ജീവിതങ്ങളെ ഒരു മാറ്റത്തിന് വിധേയമാക്കണം എന്നുള്ളത് ആണ് നമ്മൾ ചിന്തിച്ചത്. ഒരു റിഗ്രറ്റ് നമ്മുടെ ജീവിതത്തിൽ ആ വിഷയത്തോടുള്ള ബന്ധത്തിൽ ഉണ്ടായിരിക്കണം. നമുക്ക് കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞതിൻ്റെ അടിസ്ഥാന വാക്യം എന്ന് പറയുന്നത് 2 കൊരിന്ത്യരിലെ 7-ാം അധ്യായത്തിലെ 1-ാമത്തെ വാക്യമാണ്. ഇപ്പോൾ നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന പാപങ്ങൾ അത് നമ്മെ അകത്തും പുറത്തും സ്വാധീനിക്കുന്ന ഒരു വിഷയമാണ്. അത് കേവലം പുറത്തുള്ളൊരു വിഷയമല്ല, അകത്തും പുറത്തും സ്വാധീനിക്കുന്ന വിഷയമാണ്. അത് ജഡത്തിലും ആത്മാവിലും നമ്മെ കളങ്കിതമാക്കി തീർക്കുന്ന അവസ്ഥയാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഒരു മാറ്റം എന്ന് പറയുന്നത് ദൈവസന്നിധിയിൽ നാം കടന്നുപോയി പ്രാപിക്കാത്തിടത്തോളം നമുക്ക് പൂർണ്ണമായിരിക്കുന്ന ഒരു വിടുതൽ സാധ്യമല്ല. നമ്മൾ കാര്യത്തെക്കുറിച്ച് കഴിഞ്ഞ് ചിന്തിച്ചതായതുകൊണ്ട് ഞാൻ അതിലേക്ക് തീവ്രമായിട്ട് കടക്കുന്നില്ല. അതേ അധ്യായത്തിൻ്റെ തന്നെ 9-ാമത്തെ വാക്യം നമ്മൾ വായിച്ചു. 9ഉം 10ഉം വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. ഇതാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ച ഒരു വാക്യം. ഞാനത് ഇന്ന് വായിക്കുന്നതേ ഉള്ളൂ. ഇപ്പോൾ ദൈവഹിതപ്രകാരമുള്ള ദുഃഖങ്ങളുണ്ട്, ദൈവഹിതമല്ലാത്ത ദുഃഖങ്ങളും ഉണ്ട്. ദൈവഹിതപ്രകാരമുള്ള ദുഃഖം എന്താണ് നമുക്ക് നേടിത്തരുന്നത് എന്നുള്ളത് അവിടെ എഴുതിയിട്ടുണ്ട്. അനുതാപം വരാത്ത, അനുതാപം എന്ന് പറഞ്ഞാൽ ഒരു റിഗ്രറ്റ് തോന്നാത്ത. ഈ റിഗ്രറ്റ് എന്ന് പറയുന്നത് പാപത്തെക്കുറിച്ചുള്ള റിഗ്രറ്റ് അല്ല, മാനസാന്തരപ്പെട്ടല്ലോ എന്നുള്ള റിഗ്രറ്റ് വരില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ വേണ്ടായിരുന്നു എന്ന് നമുക്ക് തോന്നാൻ ആവശ്യമില്ലാത്ത രീതിയിൽ നമ്മെ അത്യന്തം സന്തോഷിപ്പിക്കുന്ന, നമ്മുടെ മനസ്സിനെ തണുപ്പിക്കുന്ന, ദൈവവുമായി നല്ല ബന്ധം നമുക്ക് ഉളവാക്കാൻ ഇടയാക്കുന്ന മാനസാന്തരത്തിലേക്ക് അത് നമ്മെ നയിക്കും. എന്നാൽ ലോകപ്രകാരമുള്ള ദുഃഖം നമുക്ക് നൽകുന്നത് മരണമായിരിക്കും. നമുക്കറിയാം,
ഞാൻ കഴിഞ്ഞ ആഴ്ച രണ്ടുപേരുടെ എക്സാമ്പിൾസ് പറഞ്ഞു, യൂദയുടെയും പത്രോസിൻ്റെയും. യൂദയുടെ ദുഃഖം ലോകത്തിൻ്റെ ദുഃഖമായിരുന്നു. അതുകൊണ്ട് അത് അവനെ മാനസാന്തരത്തിലേക്ക് നയിച്ചില്ല, മറിച്ച് അവനെ മരണത്തിലേക്ക് നയിച്ചു. നമുക്കറിയാം, ഇത് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റാണ്, പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു പദമാണ് ഡിപ്രഷൻ, ഡിപ്രഷൻ, ഡിപ്രഷൻ. കൊച്ചു കുഞ്ഞുങ്ങളിൽ തൊട്ട് എല്ലാവരിലും കാണപ്പെടുന്ന ഒരു വലിയ പ്രശ്നമാണ് ഈ ഡിപ്രഷൻ. പണ്ട് കാലത്തും ഡിപ്രഷനുണ്ട്, പക്ഷേ നമ്മൾ അതിനെയൊക്കെ ഓവർകം ചെയ്ത് നടക്കുവാനായിട്ട് നമുക്ക് പലപ്പോഴും നമ്മൾ ജീവിച്ച സാഹചര്യങ്ങൾ നമ്മെ സഹായിക്കുമായിരുന്നു. കാരണം ബാല്യം മുതൽ ഇത് തന്നെയാണ്. അപ്പം തീ കുരുത്തത് വെയിലത്ത് പാടില്ല. പല ഡിപ്രഷൻസ് ഉണ്ടായാലും നമ്മൾ അതിനെ സർവൈവ് ചെയ്ത് മുന്നോട്ട് പോകുമായിരുന്നു. ഇന്ന് അങ്ങനെയല്ല ലൈഫ് സ്റ്റൈൽ. ഇന്ന് കംഫർട്ട് സോണിലാണ് മിക്കവാറും ലൈഫ്. കുഞ്ഞുങ്ങൾ, പ്രത്യേകിച്ച് പുതിയ തലമുറകൾ, ജെൻസി, അവർക്കൊക്കെ ചെറിയ വിഷയം വരുമ്പോഴേക്കും അവരൊക്കെ അങ്ങ് താളടിയായി പോവുകയാണ്. അതുകൊണ്ട് ഇവരെയൊക്കെ വളരെ ക്രൂരമായി വളർത്തണമെന്നല്ല ഞാൻ പറയുന്നത്, അവർ നന്നായി ജീവിക്കട്ടെ. പക്ഷേ ഈ വാടിപ്പോകുന്നതിൻ്റെ കാരണം ഈ ഡിപ്രഷൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് ഇവർക്ക് അറിയില്ല. ഒരു ക്രിസ്തു ഭക്തൻ ഡിപ്രഷന് കീഴടങ്ങിയിരിക്കേണ്ടവനല്ല, അവനതിനെ ഓവർകം ചെയ്യേണ്ടവനാണ്. ഇവിടെ ഈ പറയുന്ന ഡിപ്രഷൻ കൊണ്ടുണ്ടാകുന്നതാണ് ഈ മരണം. നമുക്കറിയാം, ഡിപ്രഷൻ ഫൈനലി ഇറ്റ് ലീഡ്സ് ടു ഡെത്ത്. അത് നമുക്ക് നന്നായിട്ട് അറിയാം. ചിലർ സൂയിസൈഡ് ചെയ്യും, ചിലർ കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്തവരാകും, ചിലർ ഏകാന്തതയിലേക്ക് പോകും, ചിലർ മറ്റുള്ളവരുമായിട്ടുള്ളതായ സോഷ്യൽ എന്ന് പറയുന്ന സോഷ്യലൈസേഷൻ ഇല്ലാതെയാകുക. അങ്ങനെ പലതരത്തിലുള്ള പ്രശ്നങ്ങളാണ് ഈ ഡിപ്രഷൻ കൊണ്ടുവരുത്തുന്നത്. എന്നാൽ ദൈവഹിതപ്രകാരമുള്ള ദുഃഖം ഡിപ്രഷനിലേക്കല്ല നയിക്കുക, പിന്നെയോ അത് മാനസാന്തരത്തിലേക്കും ജീവനിലേക്കും നയിക്കുന്നു. ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റാണ്. കാരണം അത് ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് ആവശ്യമാണ്. നമ്മളുടെ കുഞ്ഞുങ്ങളോട് നാം ഇടപെടുമ്പോൾ പ്രത്യേകിച്ച് മാതാപിതാക്കന്മാർ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ്, നമ്മുടെ കുഞ്ഞുങ്ങൾ ഡിപ്രഷൻ എന്ന് പറയുമ്പോൾ അത് ചുമ്മാതിരിക്കടാന്നൊന്നും പറഞ്ഞ് തള്ളിക്കളയരുത്. ദാറ്റ് ഈസ് ജെനുവിൻ. അത് മനസ്സിലാക്കണം. ദേ ഹാവ് എ പ്രോബ്ലം. അതിനെ നമ്മൾ റിസോൾവ് ചെയ്യണം. എങ്ങനെ റിസോൾവ് ചെയ്യണം? ദൈവഹിതപ്രകാരം അവർ മാനസാന്തരത്തിലേക്ക് നയിക്കപ്പെടുവാനും അതിനുശേഷം ജീവനിലേക്ക് കടക്കുവാനും അവരിടയാക്കണം. എവിടെയാണ് പാളിച്ചു വന്നതെന്ന് മനസ്സിലാക്കി അതിനെ ഫിക്സ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കണം. അങ്ങനെ മാത്രമേ തലമുറയെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അല്ലാതെ നമ്മളുടെ അപ്പന്മാർ നമ്മളെ ഗുണദോഷിച്ചതുപോലെ വടിയും ഒക്കെ എടുത്തുകൊണ്ട് പോയി അവരെ നേരെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മിക്കവാറും അത് ദോഷത്തിൽ ചെന്ന് കലാശിക്കുകയുള്ളൂ എന്നുള്ളത് എൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ തന്നെ ഞാൻ പറയുകയാണ്. അങ്ങനെ അത് ഹാൻഡിൽ ചെയ്യാൻ പാടില്ല. ദൈവവചനം പറയുന്നത് അങ്ങനെയല്ല. ദൈവവചന പ്രകാരം സ്നേഹത്താൽ മാത്രമേ അതിന് സൗഖ്യം വരുത്തുവാൻ നമുക്ക് കഴിയുകയുള്ളൂ. അല്ലാതെ നമ്മുടെ വാക്കുകളുടെ പരുഷത്വം നിമിത്തമോ നമ്മളുടെ എന്താ പറയുക ത്രട്ടൻ ചെയ്യുന്നത് കൊണ്ടോ ഒന്നും ഈ പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാകാൻ പോകുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഇത് ഒരു ജസ്റ്റ് ഒരു നോട്ട് എന്നുള്ള രീതിയിൽ ഞാൻ പറയുന്നതേ ഉള്ളൂ. നമ്മളുടെ മെയിൻ ഫോക്കസ് അതല്ല. നമ്മളുടെ മെയിൻ ഫോക്കസ് നമ്മളിൽ പാപമുണ്ടെങ്കിൽ ആ പാപത്തെ നമ്മൾ എങ്ങനെ അതിജീവിക്കണം എന്നുള്ളതാണ്. പാപത്തിൻ്റെ സ്വഭാവം നമ്മളിലുണ്ട്, പാപം നമ്മിൽ വസിക്കുന്നുണ്ട്, പാപത്തിൻ്റെതായ സ്വാധീനത്തിലാണ് നാം ജീവിക്കുന്നത്. പക്ഷേ പാപം നമ്മളിലുണ്ടെങ്കിലും പാപത്തിൻ്റെ സ്വാധീനം നമ്മളിലുണ്ടെങ്കിലും പാപം നമ്മളുടെ മേൽ കർത്തൃത്വം നടത്തുകയില്ല എന്നാണ് വിശുദ്ധ ബൈബിൾ നമുക്ക് നൽകിയിട്ടുള്ള ഉറപ്പ്. പാപത്തിന് നമ്മുടെ മേൽ കർത്തൃത്വം നടത്താൻ പറ്റില്ല. അതെങ്ങനെയാണെന്നാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. പാപം നമ്മളിൽ കടന്നു വരാൻ നമ്മൾ അനുവദിക്കരുത്. ഇനി അഥവാ വന്നു പോയാൽ, അതാണ് കുഞ്ഞുങ്ങളെ നിങ്ങൾ പാപം ചെയ്യാതിരിക്കാൻ ഇത് ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു. എന്നാൽ ഒരുത്തൻ പാപം ചെയ്തു പോയെങ്കിലോ യേശുക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിലുണ്ട്. അപ്പം നമ്മൾ കടന്നു പോകേണ്ട സ്ഥലം കർത്താവിൻ്റെ ഇടമാണ്. നമുക്ക് ദുഃഖമുണ്ടാകണം. വി ഷുഡ് ഹാവ് എ റിഗ്രറ്റ് ഫീലിംഗ്, എ സോറോ ഫീലിംഗ്. പക്ഷേ ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് ടു റിപ്പൻറ്റ്. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു, നമ്മളിൽ പലരും ഈ റിഗ്രറ്റ് റിപ്പൻ്റായിട്ട് കണക്ക് കൂട്ടുകയാണ്. നോ, അതങ്ങനെയല്ല. റിഗ്രറ്റ് ഈസ് അതിനു മുമ്പുള്ള ഒരു പ്രസിഡൻസാണ്. നമ്മൾ അതിനുശേഷം പറയേണ്ടതായ കാര്യമാണ് റിപ്പൻറ്റൻസ്. റിപ്പൻറ്റൻസിൽ നിന്നാണ് നമുക്ക് വാസ്തവത്തിലുള്ള വ്യത്യാസം സംഭവിക്കാൻ പോകുന്നത്. റിപ്പൻറ്റൻസ് എന്താണെന്ന് ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു. ഇനി ആ വഴിക്ക് പോകാതെ വേണം നമ്മെ ശാശ്വതമായ ഒന്നിൽ ബന്ധിക്കണം. ശാശ്വതമായ ഒന്നെന്ന് പറയുമ്പോൾ തിരുവചനത്തിലാകാം, കർത്താവായ യേശുക്രിസ്തുവിനോടുള്ള സ്നേഹമാകാം. എന്തു തന്നെയാണെങ്കിലും ദൈവത്തിൻ്റെ മുമ്പാകെ ഒരു ഡിസിഷൻ നമ്മൾക്കുണ്ടായിരിക്കണം. ഇനി ഞാൻ ആ പാതയിൽ പോവുകയില്ല. ഈ തീരുമാനം നമ്മളിൽ ഇല്ല എങ്കിൽ ഞാൻ പറയാം, പാപം പിന്നെയും നമ്മെ കയറി പിടിക്കും. പാപം എന്ന് പറഞ്ഞാൽ ഒരു ഇത്തിൽക്കണ്ണി പോലെയാണ്. അത് ഒരിക്കലും നമ്മെ വെറുതെ
വിടില്ല. ഒരു ഓപ്പർച്യൂണിറ്റി നമ്മൾ കൊടുത്താൽ അടുത്തത് അവൻ ഉണ്ടാക്കും. പിന്നെ അവൻ നമ്മെ ഭരിക്കാൻ തുടങ്ങും. അനേക ദൈവമക്കളുടെ ഈ കാലഘട്ടത്തിൽ അനേക ദൈവമക്കളുടെ ജീവിതം ഈ കുരുക്കുകളിൽ പെട്ട് നശിച്ചു കൊണ്ടിരിക്കുകയാണ്. പരസ്യമായിട്ട് അവർ പറയില്ല. അതെന്താ? നമുക്കൊക്കെ ഒരു ഇമേജ് ഉണ്ട്. ആ ഇമേജ് നശിക്കാൻ ആരും അനുവദിക്കില്ല, കുഞ്ഞുങ്ങളടക്കം. എന്നാൽ ഞാനൊരു കാര്യം പറയാം, ദൈവം ഇതൊക്കെ നന്നായിട്ട് അറിയുന്നുണ്ട്. ദൈവം നമ്മെ സ്നേഹിക്കുന്നുണ്ട്. നാം പാപം ചെയ്തു എന്നുള്ളത് കൊണ്ട് ദൈവത്തിൻ്റെ സ്നേഹത്തിന് കുറവൊന്നും നമ്മളോടുള്ള ബന്ധത്തിൽ വരികയില്ല. പാപത്തെ ദൈവം ഒരിക്കലും സ്നേഹിക്കുന്നു എന്നല്ല, എന്നാൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളായിരിക്കുന്ന നമ്മെ അവൻ സ്നേഹിക്കുന്നുണ്ട്. ആ സ്നേഹത്തിന് ഒരിക്കലും കുറവ് വരുന്നില്ല. അതാണ് നമ്മളുടെ ആശ്രയം, അതാണ് നമ്മളുടെ സങ്കേതം. അതുകൊണ്ട് നമ്മൾ കടന്നു പോകേണ്ടവൻ്റെ അടുക്കൽ തന്നെ കടന്ന് പോകണം. എന്നിട്ട് അവനോട് പറയണം, കർത്താവേ, എനിക്ക് തെറ്റുപറ്റി, എന്നോടങ്ങ് ക്ഷമിക്കണമെന്ന് മാത്രമല്ല, ഇനി ഞാൻ ആ പാതയിൽ പോകാതിരിക്കാൻ അങ്ങനെ സഹായിക്കണം. പലപ്പോഴും നമ്മൾ ലോങ് ഡ്യൂറേഷന് വേണ്ടിയിട്ടുള്ള ഡിസിഷൻസ് ഒക്കെ എടുക്കുന്നവരാണ്. നമുക്കറിയാം, ഈ ആണ്ടറുതി യോഗം എന്ന് പറയുന്നൊരു യോഗം നമ്മളുടെ ഇടയിലുണ്ട്. ഞാൻ പോകാറില്ല. അതെന്താ കാരണം എന്ന് വെച്ചാൽ ഞാൻ അതിൽ വിശ്വസിക്കുന്നില്ല എന്നുള്ളതുകൊണ്ടാണ്. അങ്ങനെ ഒരു കാര്യം കർത്താവ് നമുക്ക് തന്നിട്ടില്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ വിശ്വസിക്കാത്തത്. ഈ ആണ്ടറുതി യോഗത്തിൽ എടുക്കുന്ന ഒരു തീരുമാനം, കഴിഞ്ഞ ഒരു വർഷം, എല്ലാ വർഷവും എന്ന് പറയുന്നത് pretty much സെയിം ആയിരിക്കും. അങ്ങനെയാ, കഴിഞ്ഞ വർഷം ഞാൻ അങ്ങനെ ചെയ്യണമെന്ന് വിചാരിച്ചെങ്കിൽ പക്ഷെ ഒന്നും എന്നെ കൊണ്ട് നടന്നില്ല. ഈ വർഷം ദൈവം എനിക്ക് ആയുസ് തരുന്നുവെങ്കിൽ, ഇങ്ങനെയാണ് സാധാരണ പറയാറ്. കുറേ വർഷം കേട്ടത്, അതുകൊണ്ട് ഞാൻ പോകാതെ ആയത്. ഈ വർഷം എന്ന് പറഞ്ഞിട്ട് ഈ വർഷം ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. പറഞ്ഞ മനസ്സിലായി? അടുത്ത വർഷം ഇതേ അവസ്ഥ തന്നെയായിരിക്കും. നമ്മൾ ഈ ലോങ് ഡ്യൂറേഷന് വേണ്ടിയിട്ടുള്ള തീരുമാനങ്ങൾ നിർത്തിയിട്ട് ഒരു 24 hours തീരുമാനം എടുത്തു നോക്ക്. ഇറ്റ് വിൽ വർക്ക്. ഞാൻ ഈ പറയുന്നത് നിങ്ങളൊന്ന് പ്രയോഗികമാക്കാൻ വേണ്ടിയിട്ടാണ്. എൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ നിന്നും കൂടെ പറയുന്നു. നമ്മൾ ഈ 1 വർഷത്തേക്കും 10 വർഷത്തേക്കൊക്കെയുള്ള മെഗാ പ്രൊജക്റ്റൊക്കെ നിർത്തിയിട്ട് ഒരു 24 hours ഞാൻ കർത്താവിനോട് വിശ്വസ്തനായിട്ട് ജീവിക്കാൻ തയ്യാറാണ് എന്ന് തീരുമാനിച്ചിട്ട് വിശ്വാസത്താൽ ജീവിക്കുക. ഞാൻ പറയാം, നമ്മൾ 1 step at a time എന്നാണ് കറക്റ്റ്. 1 step at a time, അല്ലേ? KV സൈമൺ സാർ ഇങ്ങനെ ഒരു പാട്ട് പാടിയിട്ടുണ്ട്, മുൻപിൽ ഒരു ചോട് വെപ്പാൻ മാത്രം ഇട കാണുന്നു ഞാൻ, ആയത് മതി എനിക്ക്, ശേഷമെല്ലാം ദൈവഹിതം. അങ്ങനെയാണ് നമ്മൾ ജീവിക്കേണ്ടത്. നമ്മൾ ജീവിക്കേണ്ടത് ഈ മെഗാ പ്രൊജക്റ്റുമായിട്ടൊന്നുമല്ല. ലെറ്റ് us live today. നാളെ നമുക്കാണെന്ന് എന്തുറപ്പാ ഉള്ളത്? ഇന്നല്ലേ നമുക്കുള്ളത്. ലെറ്റ് us today live successfully. 24 മണിക്കൂർ നേരത്തേക്ക് ഒരു തീരുമാനം എടുക്കുക. ഞാൻ പൂർണ്ണമായി എൻ്റെ കർത്താവിനോട് പറ്റിച്ചേർന്ന് ജീവിക്കും. ഞാൻ ഈ പറയുന്നതിനകത്തൊരു രഹസ്യമുണ്ട്. നമ്മൾ വിചാരിക്കും ഞാൻ എങ്ങനെയെങ്കിലും നിങ്ങളെ ഒന്ന് അല്ല. 24 hours നീ സക്സസ്ഫുൾ ആയിട്ട് ജീവിക്കുന്നതായിരിക്കും നിന്റെ നെക്സ്റ്റ് 24 hours ഫ്യൂവല്. മനസ്സിലായോ? ഞാൻ പറഞ്ഞതിൻ്റെ ആശയം മനസ്സിലായോ? 24 മണിക്കൂർ നീ വിജയത്തോടെ ജീവിക്കുമ്പോൾ അതായിരിക്കും നിനക്ക് അടുത്ത 24 മണിക്കൂറിനുള്ള ഫ്യൂവലായിട്ട് തീരുക, ബലമായിട്ട് തീരുക. ഈ നടപ്പ് നീ പതുക്കെ പ്രോഗ്രസ് ചെയ്യുമ്പോൾ, കുറച്ച് കഴിയുമ്പോൾ നിനക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റില്ല നീ നന്നായി ജീവിക്കുന്നുവെന്ന്. ഈ തോൽവിയൊക്കെ നമ്മളിൽ നിന്ന് അപ്രത്യക്ഷമാകും. നാം പാപത്തിൻ്റെ മേൽ വിജയം പ്രാപിക്കും തോറും നമ്മൾ ശക്തിപ്പെട്ടുകൊണ്ടേ ഇരിക്കും, അല്ലേ? KV സൈമൺ സാർ ഇങ്ങനെ ഒരു പാട്ട് പാടിയിട്ടുണ്ട്, ശക്തിപ്പെടും ഈ വനസഞ്ചാരികൾ മേൽക്കുമേൽ, അല്ലേ? നമ്മൾ ഓരോ ദിവസം കഴിയും തോറും ഇങ്ങനെ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കും. ഇങ്ങനെ ശക്തിപ്പെടുന്ന വനസഞ്ചാരികൾ കുറച്ച് കഴിയുമ്പോൾ പാപം എന്ന വിഷയത്തിൻ്റെ മേൽ കർത്തൃത്വം ഉള്ളവരായിട്ട് തീരും. പിന്നെ അത് നമ്മുടെ മേൽ ഭരിക്കുകയല്ല, നമ്മൾ അതിനെ ഭരിക്കുന്നവരായിട്ട് തീരും. ഇത് സംഭവിക്കും പ്രിയമുള്ളവരെ, ആബ്സല്യൂട്ട്ലി. പക്ഷെ നമ്മൾ മെഗാ പ്രൊജക്റ്റുകളൊക്കെ വിടുക. ലെറ്റ് us live today. ഇന്ന് ജീവിക്കുക, ഇന്ന് എൻ്റെ കർത്താവിന് വേണ്ടി. ഈ ഒരു 24 മണിക്കൂർ എനിക്ക് കടന്നു പോകാൻ കർത്താവ് എന്നെ സഹായിക്കണമേ, ഞാൻ നിന്നെ സേവിക്കും. ഈ ആറ്റിറ്റ്യൂഡ് നമ്മളിൽ ഉണ്ടായാൽ പതുക്കെ 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 അത് നമ്മുടെ ലൈഫ് സ്റ്റൈലായിട്ട് മാറും. നമ്മൾ ഈ രാവിലെ തന്നെ, നമ്മൾ പാട്ടിലൊക്കെ പാടാറുണ്ട്, പ്രഭാതത്തിൽ തന്നെ രാവിലെ തന്നെ തിരുമുഖം കാണുന്ന നരനൊരു കുറവും വരില്ല, അങ്ങനെ പാടാറുണ്ടല്ലേ? അത് സത്യമാണ്. രാവിലെ ദൈവസന്നിധി പോയി ഈ ഒരു ദിവസം ജീവിക്കാനുള്ള കൃപ എനിക്ക് വേണം കർത്താവേ,
എന്ന് പറഞ്ഞ് നമ്മെ തന്നെ സമർപ്പിച്ചു കൊടുക്കുമ്പോൾ കർത്താവ് ഓരോ ദിവസത്തേക്കും ഉള്ളത് നൽകും. മന്ന എത്ര ദിവസത്തേക്ക് പറക്കാൻ പറഞ്ഞിട്ടുണ്ട്? ഒരു ദിവസം. അത് ഒരു ദിവസം കൂടുതലിരുന്നാൽ ക്രമിച്ച് നാറിപ്പോകും. മനസ്സിലായല്ലോ? അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ജീവിക്കേണ്ടത് വിശ്വാസത്താലാണ്. എവറി ഡേ, അനുദിനമാണ്. അത് ഞാൻ പറഞ്ഞു, ഒരു വർഷത്തേക്കുള്ള പ്രൊജക്റ്റ് അല്ല നമുക്കുള്ളതെന്ന്. ലെറ്റ് us live today. We don't know whose is tomorrow. നമ്മുടെ കയ്യിലല്ലാതെ ഇരിക്കുന്നത്, കർത്താവിൻ്റെ കയ്യിലായിരിക്കുന്നത്. ഈ ദിവസം നമുക്കുള്ളതാണ്, അല്ലേ? ഇത് യഹോവ ഉണ്ടാക്കിയ ദിവസം ആകയാൽ നാം സന്തോഷിച്ച് ആനന്ദിക്കുക. ഇത് യഹോവ ഉണ്ടാക്കിയ ദിവസം. ലെറ്റ് us live today. ഒരു ദിവസം. എൻ്റെ പ്രിയമുള്ളവരെ, ഈ ഒരു വെല്ലുവിളി ഞാൻ നിങ്ങളോട് നടത്തുകയാണ്. ഒരു ദിവസം കർത്താവിന് വേണ്ടി ജീവിക്കാൻ പറ്റുമോ? ഒരു ദിവസം. ആബ്സല്യൂട്ട്ലി. നിങ്ങളെ ദൈവം സഹായിക്കും. അടുത്ത ദിവസം നിങ്ങൾ ജീവിക്കും കൃപയാൽ. ഇങ്ങനെയാണ് നമ്മൾ സ്റ്റെപ്പ് വെക്കേണ്ടത്. സോ ഫസ്റ്റ് വി ഷുഡ് ഹാവ് എ റിഗ്രറ്റ്, ദെൻ വി ഷുഡ് ഹാവ് എ റിപ്പൻറ്റൻസ് ഫോളോവിങ് ദാറ്റ്. അതിന് നമ്മൾ ആദ്യമേ ഒരു ദുഃഖത്തിൻ്റെ അനുഭവം, നമ്മുടെ പാപങ്ങളെക്കുറിച്ച് ദൈവസന്നിധിയിൽ നമുക്കുണ്ടാകണം. ഒരു മാനസാന്തരം അതിനെ ഫോളോ ചെയ്യുന്നതായിരിക്കണം. നമുക്ക് ചില വാക്യങ്ങൾ ഇതിനോടുള്ള ബന്ധത്തിൽ വായിക്കാം. മത്തായിയുടെ സുവിശേഷം 21-ാം അധ്യായത്തിൻ്റെ 28 തൊട്ട് 31 വരെയുള്ള ഭാഗം നമുക്കൊന്ന് വായിക്കാം. എങ്കിലും നിങ്ങൾക്ക് എന്തു തോന്നുന്നു? ഒരു മനുഷ്യന് 2 പുത്രന്മാരുണ്ടായിരുന്നു. അവൻ ഒന്നാമത്തവൻ്റെ അടുക്കൽ ചെന്നു, മകനെ, ഇന്ന് എൻ്റെ മുന്തിരിത്തോട്ടത്തിൽ പോയി വേല ചെയ്യുക എന്ന് പറഞ്ഞു. എനിക്ക് മനസ്സില്ല എന്ന് അവൻ ഉത്തരം പറഞ്ഞു. എങ്കിലും പിന്നത്തേതിൽ അനുദപിച്ചു അവൻ പോയി. രണ്ടാമത്തവൻ്റെ അടുക്കൽ അവൻ ചെന്നു. അങ്ങനെ തന്നെ പറഞ്ഞപ്പോൾ, ഞാൻ പോകാം അപ്പാ എന്ന് അവൻ പറഞ്ഞു. പോയില്ല താൻ. ഈ 2 പേരിൽ ആരാകുന്നു അപ്പൻ്റെ ഇഷ്ടം ചെയ്തത്? ഒന്നാമത്തവൻ എന്ന് അവർ പറഞ്ഞു. യേശു അവരോട് പറഞ്ഞത്, ചുങ്കക്കാരും വേശ്യമാരും നിങ്ങൾക്ക് മുമ്പായി ദൈവരാജ്യത്തിൽ കടക്കുന്നുവെന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. നമുക്കറിയാം ഇതിൻ്റെ പശ്ചാത്തലം. ഇവിടെ കർത്താവ് നമ്മളെ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം, മുമ്പത്തേതിൽ തെറ്റിപ്പോയവർ പിന്നത്തേതിൽ മാനസാന്തരപ്പെട്ട് ദൈവേഷ്ടപ്രകാരം ജീവിച്ചു. എന്നാൽ മുമ്പേ നീതിമാന്മാരെന്ന് അടിച്ചു നടന്നവർ പിന്നത്തേതിലും മാനസാന്തരത്തിലേക്ക് കടന്ന് വന്നില്ല. അതുകൊണ്ട് നിങ്ങളെക്കാളും മുമ്പ് അവർ ദൈവരാജ്യത്തിൽ കടന്നു. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് മാനസാന്തരമാണ്. മാനസാന്തരം നമുക്കുണ്ടാകണം. മൂത്ത പുത്രൻ ആദ്യം അനുസരണക്കേടാണ് കാണിച്ചത്. അവൻ അപ്പനോട് മറുതലിച്ചു, ഞാൻ പോവില്ല, എനിക്ക് മനസ്സില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷെ പിന്നത്തേതിൽ അവന് ഒരു ദുഃഖമുണ്ടായി. അങ്ങനെയാണ് അവൻ എഴുതിയിരിക്കുന്നത്. അവിടെ അല്ലേ? അവിടെ എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ്? പിന്നത്തേതിൽ അനുതപിച്ചു. അവന് റിഗ്രറ്റ് ഉണ്ടായി. ഞാൻ ചെയ്യുന്നത് ശരിയല്ല. അതുകൊണ്ട് അവൻ റിപ്പൻറ്റ് ചെയ്തു. പോവില്ല എന്ന പാതയിൽ നിന്ന് പോകുന്ന പാതയിലേക്ക് അവൻ തിരിഞ്ഞു. അവൻ്റെ ജീവിതം അതുകൊണ്ട് അനുഗ്രഹിക്കപ്പെട്ടു. ഇതാണ് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. ഒരുപക്ഷെ നമ്മൾ ഇവിടെ ഇരിക്കുന്ന അനേകരും വളരെ ഗൗരവമായ പാപങ്ങളൊന്നും ചെയ്യുന്നില്ലായിരിക്കാം നമ്മുടെ കണ്ണിൽ. ഗൗരവമെന്ന് ഞാൻ പറയുമ്പോൾ മനസ്സിലായല്ലോ. വ്യഭിചാരമോ അല്ലെങ്കിൽ കൊലപാതകമോ അല്ലെങ്കിൽ ബാങ്ക് റോബറിയോ അങ്ങനെയുള്ള വലിയ 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 കൃത്യങ്ങളൊന്നും ചെയ്യുന്നുണ്ടാവുകയില്ലായിരിക്കാം. ശരി, ദൈവത്തിൻ്റെ മുമ്പിൽ അങ്ങനെ വലിയതെന്നോ ചെറിയതെന്നോ പാപത്തെ വിളിക്കേണ്ട ആവശ്യം ഇല്ല. കാരണം നമ്മൾ സേവിക്കുന്ന ദൈവം പരിശുദ്ധൻ ആണ്. അവൻ്റെ മുമ്പിൽ നിസ്സാരമെന്ന് നമ്മൾ കണക്ക് കൂട്ടുന്നതും പാപം തന്നെ ആണ്. അപ്പോൾ ഈ വലിയ പാപം ചെറിയ പാപം എന്ന് പറയുന്നതിൻ്റെ ബുദ്ധിമുട്ട് എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു തരാം. കൊലപാതകം ചെയ്യുന്നവൻ അനുഭവിക്കുന്ന ജീവിത വ്യഥ നുണ പറയുന്നവൻ അനുഭവിക്കുകയില്ല. യു അണ്ടർസ്റ്റാൻഡ്? ഒരു കൊലപാതകം ചെയ്യുന്നവൻ അനുഭവിക്കുന്ന ജീവിത വ്യഥ നുണ പറയുന്നവൻ അനുഭവിക്കുകയില്ല. അതെന്താണെന്ന് ചോദിച്ചാൽ, നുണ പറയുന്നവൻ്റെ വ്യക്തിത്വത്തിൽ അതുണ്ടാക്കുന്ന കേട് കൊലപാതകം ചെയ്തവൻ്റെ അത്രയില്ല. മനസ്സിലായോ? കൊലപാതകം ചെയ്തവൻ്റെ ജീവിതത്തിലുടനീളം ഒരാത്മാവിനെ നശിപ്പിച്ചതിലുള്ള വേദന അവനെ പിന്തുടർന്നുകൊണ്ടിരിക്കും. വ്യഭിചാരം ചെയ്യുന്നവനുള്ള ആ വേദന ഒരു ശകാരം പറയുന്നവന് ഉണ്ടാകണമെന്നില്ല. പാപം പാപമാണ്, പക്ഷെ ഇമ്പാക്റ്റ് ഈസ് ഡിഫറെൻറ്റ്. ഞാൻ പറയുന്നതിൻ്റെ ആശയം മനസ്സിലായല്ലോ? മാരകമെന്ന് നമ്മൾ വിളിക്കുന്നത് ദൈവത്തിൻ്റെ മുൻപാകെയല്ല, അത് മാരകമാകുന്നത് നമ്മൾക്കാണ്. നമ്മുടെ ജീവിതത്തെയാണ് അത് നശിപ്പിക്കുന്നത്. ശരിക്കും ഞാൻ പറയുന്നത് പാപം പാപമാണ്, പാപത്തിന് ക്ഷമ ആവശ്യമാണ്. അതുകൊണ്ട് എന്ത് പാപമാണെങ്കിലും ആകട്ടെ, ചെറുതെന്നോ വലുതെന്നോ മാരകമെന്നോ ഗൗരവമെന്നോ എന്തോ വിളിച്ചോ,
ദൈവസന്നിധിയിൽ ചെല്ലുക, ക്ഷമാപണം നടത്തുക. ഇനി ഞാനത് ചെയ്യില്ല, ഈ 24 മണിക്കൂർ എന്നെ സഹായിക്കണം കർത്താവ്. എന്നിട്ട് നമ്മൾ നോക്ക് നമുക്ക് വിജയിക്കാൻ പറ്റുമെന്ന്. ഇതാണ് ഹീലിംഗ് പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് തിങ് വി ഷുഡ് ഹാവ് എ റിഗ്രറ്റ്, ദെൻ എ റിപ്പൻറ്റൻസ്. ദ തേർഡ് തിങ്, നമ്മൾ ദൈവം മുൻപാകെ പോയി ഈ പാപങ്ങളെ ഏറ്റു പറഞ്ഞ് ഇനി അങ്ങനെ ജീവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് സമ്മതിച്ച് ആ പാപങ്ങളെ നാം തള്ളിപ്പറയണം. തള്ളിപ്പറയുക എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? തള്ളിപ്പറയുക എന്നുള്ള വാക്ക് ബൈബിളിൽ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട്. ഇരുട്ടിൻ്റെ നിഷ്ഫല പ്രവൃത്തികളിൽ കൂട്ടാളികൾ ആകരുത്. മറിച്ച് അവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ? അവയെ ശാസിക്കുക അത്രേ വേണ്ടത്. ശാസിക്കണം പാപത്തെ. അതെന്താ? പാപത്തെ നമുക്ക് വെറുക്കണമെങ്കിൽ പാപത്തെ ശാസിക്കാതെ വെറുക്കാൻ പറ്റില്ല. എന്തിനാ നമ്മൾ ശാസിക്കുക ജീവിതത്തിൽ? സാധാരണ അപ്പന്മാരും മക്കളെ ശാസിക്കും. എന്തിനാ ശാസിക്കുന്നത്? വാസ്തവത്തിൽ മക്കളോടുള്ള സ്നേഹം കുറഞ്ഞതുകൊണ്ടാണോ? അല്ല. പിന്നെ എന്താ അവിടുത്തെ വിഷയം? പ്രവൃത്തിയെയാണ് നമ്മൾ ശാസിക്കുന്നത്, ശരിയല്ലേ? പാപത്തെയാണ് നാം ശാസിക്കുന്നത്. തത്വത്തിൽ അത് നമുക്ക് സ്വീകാര്യമല്ല, അത് നമുക്ക് സമ്മതമല്ല. അതുകൊണ്ട് നാം അവനെ ശാസിക്കുമ്പോൾ തത്വത്തിൽ, അല്ലെങ്കിൽ അവളെ ശാസിക്കുമ്പോൾ തത്വത്തിൽ ആ പാപത്തെയാണ് നാം ശാസിക്കുന്നത്. പാപത്തെ ശാസിക്കണം. അതിന് കാരണം പാപം ദൈവികമല്ല, അത് പൈശാചികം ആണ്. അവയെ ശാസിക്കുമ്പോഴോ അത് വെളിച്ചത്തിൽ എന്ന പോലെ തെളിവായി വെളിപ്പെട്ട് വരും. അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. അതിന് ശാസിക്കണം നമ്മൾ. പാപം നമ്മളുടെ അടുക്കൽ കടന്നു വരുമ്പോൾ, നമ്മൾക്കിപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, നമുക്കൊരു ടെംപ്റ്റേഷൻ വരികയാണ്, ഒരു നുണ പറയാനായിട്ട് ഒരു ടെംപ്റ്റേഷൻ, അല്ലെങ്കിൽ ഒരു അശ്ലീലമായ ചിന്ത നമ്മുടെ തലയിലേക്ക് വരികയാണ് പെട്ടെന്ന്. വാട്ട് വി ഷുഡ് ഡു? എങ്ങനെയാണ് നമ്മൾ ഇതിനെ റിജക്റ്റ് ചെയ്യുക? കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അതിനെ ശാസിക്കണം. അതിന് ശാസിക്കുക തന്നെ വേണം പാപത്തെ. വി ഷുഡ് ടെൽ, ഗെറ്റ് ഔട്ട് ഓഫ് മീ, യു ഹാവ് നോ പ്ലേസ് ഇൻ മീ. എന്നിൽ നിന്ന് അകന്നു പോവുക, നിനക്ക് എന്നിൽ സ്ഥാനം ഇല്ല. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നീ എന്നിൽ നിന്ന് അകന്നു പോകണം. കർത്താവ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. നീ എന്നെ വീണ് നമസ്കരിക്കുക എന്ന് പറഞ്ഞപ്പോൾ എന്താ പറഞ്ഞത് കർത്താവ്? എൻ്റെ ദൈവമായ കർത്താവിനെ ആരാധിച്ച്, അല്ലെങ്കിൽ അവനെ വണങ്ങി അവനെ മാത്രമേ നമസ്കരിക്കാവൂ എന്ന് എഴുതിയിട്ടുള്ളൂ. സാത്താനെ എന്നെ വിട്ട് പോ. നാഗൽ സാഹിബിൻ്റെ ഒരു പാട്ടിലുണ്ട് ആ സ്റ്റേറ്റ്മെന്റ്, അല്ലേ? സാത്താനെ നീ പോ എന്ന് പറയുന്നൊരു സ്റ്റേറ്റ്മെന്റ് താൻ പാട്ടിൽ എഴുതി വെച്ചിട്ടുണ്ട്. താൻ ദൈവഭക്തനായിരുന്നു, എനിക്കിതൊക്കെ അറിയാമായിരുന്നു. ഞാനീ പഠിപ്പിക്കുന്ന ഒന്നും പുതുമയുള്ള കാര്യമല്ല, അതെൻ്റെ പാട്ടുകളുടെ അടുത്ത് പഠിച്ചാൽ മതി. ഞാൻ പറയുന്നതിൻ്റെ ആശയം, പാപത്തെ നാം വെറുക്കണം, പാപത്തെ നാം ശാസിക്കണം. അങ്ങനെയാണ് അവൻ നമ്മിൽ നിന്ന് അകന്നു പോവുക. അവനെന്ന് ഞാൻ പറയുന്നത് പാപമെന്ന അതിൻ്റെ സ്രോതസ്സിനെ. ഈ പാപം ആരിൽ നിന്നാണ് വരുന്നത്? ദുഷ്ടനിൽ നിന്ന്, അല്ലേ? ദുഷ്ടനാരാണ്? പിശാചാണ്. അവനും അവൻ്റെ അജ്ഞാനുവർത്തികളുമാണ് നമ്മിലേക്ക് പാപം കൊണ്ടുവരുന്നത്. അവനാണ് നമ്മെ തെറ്റിക്കുന്നത്, അവനാണ് നമ്മെ വഞ്ചിക്കുന്നത്, അവനാണ് നമ്മെ ദൈവത്തിന് അനിഷ്ടമായിട്ടുള്ള മേഖലകളിലേക്ക് ഇറക്കി വിടുന്നത്. അത് വരുമ്പോൾ തന്നെ നമ്മുടെ മൈൻഡിനെ നമ്മൾ ഷട്ട് ചെയ്യണം, അടയ്ക്കണം, പുറത്തു പോക്കോളാൻ പറഞ്ഞോളണം. അവിടെയാണ് പാപത്തോട് നമ്മൾ ജയിക്കാൻ തുടങ്ങുക. സ്പെഷ്യലി നമ്മുടെ ചിന്താമണ്ഡലത്തെയാണ് പിശാച് ഏറ്റവും വേഗം ആക്രമിക്കുക ആദ്യമായിട്ട്. കാരണം ഇവിടെ നിന്നാണ് നമ്മുടെ അംഗങ്ങളിലേക്ക് അത് വ്യാപിക്കുക. ഈ ഏരിയനെയാണ് ആദ്യം അടിക്കുന്നത്. അവിടെ വെച്ചേ അതിനെ സ്റ്റോപ്പ് ചെയ്യണം. നമ്മുടെ ഹൃദയത്തെ നാം കാത്തുകൊള്ളണം വിജിലൻ്റായിട്ട്. ഈ ഒരു കാര്യം നമ്മൾ വിജയിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ പാപത്തിന് നമ്മുടെ മേലുള്ള സ്വാധീനം ഇല്ലാതെയായി വരും. അങ്ങനെയാണ് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്. ദൈവത്തോട് അടുത്ത് ചെല്ലുക, അവൻ നിങ്ങളോട് അടുത്തു വരും. പിശാചിനോട് എതിർത്ത് നിൽക്കുക, അപ്പോൾ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. ഇങ്ങനെ എഴുതിയിരിക്കുന്ന, ഓടിപ്പോകും. അവൻ ഓടിപ്പോകണമെങ്കിൽ എതിർത്ത് തന്നെ നിൽക്കണം. പാപത്തോട് എതിർത്ത് നിൽക്കാത്തിടത്തോളം അവൻ ഓടിപ്പോകുക ഇല്ല. കർത്താവ് അവനോട് പോകാൻ പറഞ്ഞതിന് ശേഷം പിന്നെ വല്ലവരും നിന്നോ അവിടെ?
ഇല്ല. അതായിരുന്നു ലാസ്റ്റ് വേർഡ്. നീ പോകാൻ പറഞ്ഞു. അവൻ പോയി. പോകാൻ പറയണം, അപ്പോഴേ പോവുള്ളൂ. ചില ആൾക്കാരുണ്ട്, ഈ തീരെ നിലവാരം കുറഞ്ഞ ആൾക്കാർ. നമ്മളവരോട് വർത്താനം പറഞ്ഞ് നിൽക്കുന്നിടത്തോളം അവർ നമ്മളെ വിടൂല, പോവില്ല. നമ്മൾ എത്ര അവരോട് കാര്യങ്ങൾ പറഞ്ഞാലും അവരിങ്ങനെ നിന്നുകൊണ്ടിരിക്കും അവിടെ. അവസാനം നമ്മൾ അവരോട് പറയേണ്ടി വരും, നീ പോ, അപ്പോഴേ അവൻ പോവുള്ളൂ. പിശാച് അങ്ങനെ തന്നെയാണ്, അവൻ വിടില്ല നമ്മളെ. അവനോട് നാം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ കൽപ്പിക്കണം, അപ്പോൾ അവൻ പോകും. എന്താ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ കൽപ്പിക്കേണ്ടത്? അവൻ്റെ നാമമാണ് എല്ലാ നാമത്തിലും മേലായ നാമം. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ടിട്ടുള്ള വേറെ ഒരു നാമവും ഇല്ല. നമ്മൾ ആ രക്ഷ എന്ന വാക്കിനെ ആത്മരക്ഷയാണെന്ന് ഇൻ്റർപ്രറ്റ് ചെയ്യുന്നുണ്ട്. അത് അതിൽ തന്നെ ശരിയാണ്. പക്ഷെ അവിടെ അത് മാത്രമല്ല അർത്ഥമാക്കുന്നത്. ഈ ലോകമാകുന്ന നമ്മളുടെ ഈ യാത്രയിൽ ഏത് മേഖലയിലും നമ്മൾക്ക് രക്ഷ നൽകുന്നത് യേശുക്രിസ്തുവിൻ്റെ നാമമാണ്. പറഞ്ഞു മനസ്സിലായോ? നമ്മുടെ രോഗങ്ങളിൽ നിന്ന് ദൈവം വിടുതൽ നൽകുന്നത് യേശുക്രിസ്തുവിൻ്റെ നാമത്തിലാണ്. നമ്മുടെ പാപങ്ങളിൽ നമുക്ക് വിടുതൽ നൽകുന്നത് യേശുക്രിസ്തുവിൻ്റെ നാമത്തിലാണ്. നമ്മളുടെ ജീവന്റെ നാശത്തിൽ നിന്ന് നമ്മെ വീണ്ടെടുക്കുന്നത് യേശുക്രിസ്തുവിൻ്റെ നാമത്തിലാണ്. നരകത്തിൽ നിന്ന് നമ്മെ വിടുവിക്കുന്നതും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലാണ്. ആ നാമത്തിലാണ് സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാൽ ഒക്കെ മടങ്ങാൻ പോകുന്നത്. ആ നാമമാണ് നമ്മളുടെ ആശ്രയം. ചർച്ച് ഭാഗത്തിൽ ഇങ്ങനൊരു വാക്യമുണ്ട്: യഹോവയുടെ നാമം ബലമുള്ള ഗോപുരം, നീതിമാൻ അതിലേക്ക് ഓടിച്ചെന്ന് അഭയം പ്രാപിക്കുന്നു. ആ യഹോവയുടെ നാമം യേശുവ എന്ന നാമമാണ് ഇന്ന് നമുക്ക്. അവൻ്റെ അടുക്കൽ ഓടിച്ചെന്ന് അഭയം പ്രാപിച്ചാൽ ഗോപുരമായിട്ട് അവൻ നിൽക്കും. നമ്മൾ രക്ഷിക്കപ്പെടുകയും ചെയ്യും. രക്ഷിക്കപ്പെടുക എന്ന് ഞാൻ പറയുന്ന ആത്മരക്ഷയെക്കുറിച്ചല്ല. ഇപ്പോൾ പാപമെന്ന ആക്രമണത്തിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടും. അത് നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കും. ഇത് പ്രായോഗികമാക്കിക്കൊള്ളുക. ഇതൊക്കെ ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളാണ്. നമ്മൾ വിശ്വാസത്താൽ ജീവിക്കേണ്ടതാണ്. അത് യേശുക്രിസ്തുവിൻ്റെ നാമത്തിലാണ് രക്ഷയിരിക്കുന്നത്. അവൻ്റെ നാമത്താൽ നാം അതിനെ നിലനിർത്തുക തന്നെ ചെയ്യേണ്ടത് ആവശ്യമാണ്. സദൃശവാക്യം 16:6: ദയയും വിശ്വസ്തതയും കൊണ്ട് അകൃത്യം പരിഹരിക്കപ്പെടുന്നു, യഹോവ ഭക്തി കൊണ്ട് മനുഷ്യർ ദോഷത്തെ വിട്ട് അകലുന്നു. ശ്രദ്ധിക്കുക, യഹോവ ഭക്തി കൊണ്ട് മനുഷ്യർ ദോഷത്തെ വിട്ട് അകലുന്നു. ഇപ്പൊ പാപത്തെ നമ്മൾ മനസ്സിലാക്കി അതിനെ റിനൗൺസ് ചെയ്യണം, അതിനെ ശാസിക്കണം, അതിനെ തള്ളിപ്പറയണം. നിനക്ക് എന്നിൽ ഇനിയൊരു പങ്കാളിത്തവും ഇല്ല. എൻ്റെ ലോയൽറ്റി എൻ്റെ കർത്താവായ യേശുക്രിസ്തുവിനോടാണെന്ന് നാം പറയണം. ഞാനിത് പറയുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നു ഇദ്ദേഹം ഇങ്ങനെയൊക്കെ പറയണേന്ന്. പ്രിയമുള്ളവരെ, നാം ഇത് എക്സർസൈസ് ചെയ്യണം നമ്മുടെ ജീവിതത്തിൽ. ഇത് കേവലം ഇൻ്റലക്ച്വൽ നോളജ് അല്ല. സ്പിരിച്വൽ ബാറ്റിൽ ഈസ് റിയൽ. അതൊരിക്കലും മറക്കരുത്. ആത്മിക യുദ്ധം എന്ന് പറയുന്നത് യാഥാർത്ഥ്യമാണ്. അത് ഊഹാപോഹമല്ല. ദൈവവചനം സ്ഥാപിച്ചിട്ടുള്ള ട്രൂത്താണത്. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോട് അല്ല. അപ്പോൾ ഒരു പോരാട്ടം ഉണ്ടല്ലോ, അല്ലേ? നമുക്കൊരു പോരാട്ടം ഉണ്ട്. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനയോട്. അങ്ങനെയാണ് ഒരു യുദ്ധം നമ്മൾക്കുണ്ട്. നമ്മൾ യുദ്ധമുഖത്താണ്. ഇത് തിരിച്ചറിവില്ലാത്തവൻ ഫോൾ വിക്ടിം. മനസ്സിലായോ? ഇത് തിരിച്ചറിവില്ലാത്തവൻ എതിരാളിയുടെ ഈസി ടാർഗറ്റായിട്ട് മാറുന്നു. ഇത് വിശ്വാസകോളത്തിൽ സംഭവിക്കുന്നുണ്ട് പ്രിയമുള്ളവരെ. എന്തുകൊണ്ടാണ് വിശ്വാസികൾ എന്ന് പറയുന്ന പലരും രഹസ്യ പാപങ്ങളുമായി ജീവിക്കുന്നതെന്നറിയാമോ? They don't know what is the war they are waging. എന്ത് യുദ്ധമാണ് അവർ ചെയ്യുന്നതെന്ന് അവർക്ക് അറിഞ്ഞുകൂടാ. അവർക്ക് എതിരാളിയെ മനസ്സിലായിട്ടില്ല. അവർ വിചാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ജഡമാണ് ഏറ്റവും വലിയ എതിരാളി എന്ന. ജഡം എതിരാളിയാണ്. പക്ഷെ ഇതിൻ്റെ പിറകിൽ പ്രവർത്തിക്കുന്ന മറ്റൊരുത്തനുണ്ട്, ദുഷ്ടൻ. അവൻ തൻ്റെ പാപമെന്ന നമ്മളിൽ എംബഡ് ചെയ്ത് വെച്ചിരിക്കുന്ന അവൻ്റെ ആയുധം എടുത്ത് നമുക്ക് നേരെ തന്നെ പോരാട്ടം ചെയ്യുന്നത് കൊണ്ടാണ് ഈ ജഡം നമുക്ക് ഏറ്റവും വലിയ എതിരാളിയായി തീരുന്നത്. അത് നമ്മൾ തിരിച്ചറിയണം. അവൻ ഇതിനകത്ത് കടന്ന് അവൻ്റെ വേല തുടങ്ങുമ്പോൾ നമ്മൾ തിരിച്ചറിയണം. ഉടനെ അതിനെ ശാസിക്കണം.
ഉടനെ അതിനെ കർത്താവിൻ്റെ നാമത്തിൽ തർജ്ജനം ചെയ്യണം, അതിനെ നീക്കിക്കളയണം. പിന്നെ അത് വർക്ക് ചെയ്യില്ല. പാപത്തോട് പ്രാണത്യാഗത്തോളം എതിർത്ത് നിൽക്കണം എന്നാ പറഞ്ഞിരിക്കുന്നത്. അതങ്ങനെ തന്നെയാണ്. ഇറ്റ് ഈസ് എ റിയൽ ഫൈറ്റ് ആൻഡ് വി ഹാവ് ടു ഫൈറ്റ് ഇറ്റ് ഔട്ട്. അതുകൊണ്ട് ദൈവഭക്തി എന്ന വിഷയമാണ് അതിന് നമ്മെ സഹായിക്കുന്നത്. അതെന്താണെന്ന് ചോദിച്ചാൽ, ദൈവഭക്തൻ എപ്പോഴും തന്നെ ഇങ്ങനെ പ്യൂരിഫൈ ചെയ്തുകൊണ്ടേ ഇരിക്കും. അവനിൽ പാപം കടന്നു വരാൻ അവൻ അനുവദിക്കില്ല. ഹി വിൽ ബി വിജിലന്റ്. ഒരു കോട്ട കാക്കുന്ന പോലെ അവൻ തൻ്റെ ഹൃദയത്തെ ഇങ്ങനെ കാത്തുകൊണ്ടിരിക്കുകയായിരിക്കും. പറഞ്ഞു മനസ്സിലായോ? ദൈവഭക്തൻ തൻ്റെ ഹൃദയത്തെ ഇങ്ങനെ ഒരു കോട്ട കാക്കുന്ന പോലെ കാത്തുകൊണ്ടിരിക്കുകയായിരിക്കും. എന്തെങ്കിലും ചിന്തകൾ, എന്തെങ്കിലും വാക്കുകൾ, എന്തെങ്കിലും കാണുന്നത്, കേൾക്കുന്നത്, പ്രവർത്തിക്കുന്നത് ദൈവഹിതപ്രകാരമല്ല എന്ന് മനസ്സിലാക്കുമ്പോൾ അവൻ എഴുന്നേറ്റ് ദൈവനാമത്തിൽ അതിനെതിരെ യുദ്ധം ആരംഭിക്കുകയും അവനെ പ്രൊട്ടക്റ്റ് ചെയ്യുകയും ചെയ്യും. അങ്ങനെ ദൈവഭക്തൻ പാപത്തിൽ വീഴാതെ ജീവിക്കും. അങ്ങനെയാണ് ആത്മീയ യുദ്ധം. അതങ്ങനെ തന്നെ സംഭവിക്കുകയും വേണം. ഇത് സാധ്യമാക്കുവാൻ നമ്മൾ ഈ പാപത്തിൻ്റെതായിരിക്കുന്ന കാര്യങ്ങളെ നമ്മൾ റിനൗൺസ് ചെയ്ത് കളയണമെന്ന് ദൈവവചനം തന്നെ പറയുന്നതാണ്. പ്രോവർബ്സ് 28:13 ഇങ്ങനെ വായിക്കുന്നു, സദൃശവാക്യം: തൻ്റെ ലംഘനങ്ങളെ മറയ്ക്കുന്നവന് ശുഭം വരികയില്ല, അവയെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവനോ കരുണ ലഭിക്കും. അവിടെ പറഞ്ഞിരിക്കുന്ന വാക്ക് ശ്രദ്ധിക്കുക. അവയെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കണം. ഇനി അത് ഞാൻ എടുക്കില്ല. അതാണ് റിനൗൺസ് ചെയ്യുക എന്ന് പറഞ്ഞ എൻ്റെ ആശയം. ഇനി എനിക്കത് വേണ്ട, ഇനി ഒരിക്കലും അതെനിക്ക് വേണ്ട. ഇത് നമ്മുടെ മനസ്സിൽ ദൃഢമായി ഒരു തിയറിയായിട്ട്, അല്ലെങ്കിൽ ആണികൊണ്ട് നമ്മുടെ ഹൃദയമാകുന്ന മാംസപ്പലകയിൽ എഴുതി വെക്കണം. ഇനി ഞാൻ അത് കാണുകയില്ല. എന്തെങ്കിലും കാണുന്ന പാപമാണ് നമ്മുടേതെങ്കിൽ, പറയുന്ന പാപമാണെങ്കിൽ ഇനി ഞാനത് പറയുകയില്ല. ഞാൻ ചെയ്യുന്ന പാപങ്ങളാണ്, ഇനി ഞാനത് ചെയ്യുകയില്ല. നമ്മുടെ ഹൃദയമാകുന്ന പലകയിൽ എഴുതി വെക്കണം, ഉപേക്ഷിക്കണം അതിനെ എന്നേക്കുമായിട്ട്. ഇനി അതിനെ അനുവദിക്കരുത്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം എന്ന് ദൈവവചനം പറയുകയാണ്. നമ്മെ ദൈവ വേലയ്ക്കായിട്ട് സമ്പൂർണമായി സമർപ്പിക്കണം. റീഡെഡിക്കേറ്റ് അവർ സെൽഫ്. ഒന്നാമത് റിപ്പൻറ്റൻസ്, നമുക്ക് ഒരു റിഗ്രറ്റ് തോന്നണം. നമ്മുടെ പാപങ്ങളെക്കുറിച്ച് നമുക്ക് റിഗ്രറ്റ് ഉണ്ടായിരിക്കണം. രണ്ടാമത് റിപ്പൻറ്റൻസ് ഉണ്ടായിരിക്കണം, മാനസാന്തരം. മൂന്നാമത് റിനൗൺസ് ചെയ്യണം, പാപത്തെ തള്ളി പറയണം. ഇനി നിനക്ക് എന്നോട് അസോസിയേഷൻ ഇല്ല, ഞാൻ നിനക്കുള്ളവനും അല്ല. എൻ്റെ ലോയൽറ്റി എൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിനോടാണ്. ഇത് ഞാൻ ഏറ്റു പറയണം. അതെന്താ ഈ ഏറ്റു പറയണേ? നമ്മൾ ഒരിക്കൽ യേശുവിനെ കർത്താവെന്ന് ഏറ്റു പറഞ്ഞതാ അല്ലേ? അങ്ങനെ നമ്മുടെ യാത്ര ആരംഭിച്ചത്. ആ ഏറ്റുപറച്ചിലിനെ നമ്മൾ പാപം ചെയ്യുമ്പോൾ തത്വത്തിൽ എന്താ ചെയ്യുന്നേ? ആ ഏറ്റുപറച്ചിലിനെ അതിന് വിലയിരുത്താത്ത രീതിയിലുള്ള, അല്ലെങ്കിൽ നള്ളിഫൈ ചെയ്യുകയാണ് ഒരു പരിധിവരെ. നള്ളിഫൈ എന്ന് ഞാൻ പറയുമ്പോൾ ആബ്സല്യൂട്ട് സെൻസിലല്ല, ആ മൊമെന്ററി, ആ സമയത്ത് നമ്മൾ കർത്താവിൻ്റെ കർത്തൃത്വത്തെ മാറ്റിവെക്കുകയാണ് അല്ലേ? പത്രോസ് ചെയ്ത പാപത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു നോക്കുക. പത്രോസ് എന്താ പറഞ്ഞത്? ആ മനുഷ്യനെ ഞാൻ അറിയുന്നില്ല അല്ലേ? താൻ വാസ്തവമായിട്ട് അതല്ല അല്ല ഉദ്ദേശിച്ചത്, അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞിട്ടില്ല എങ്കിൽ കൂടെയും തൻ്റെ ഉള്ളിൽ പേടി കൊണ്ടാണ് ഇതൊക്കെ പറഞ്ഞതെന്ന് നമുക്കറിയാം. എങ്കിൽ പോലും ലോകത്തിൻ്റെ മുമ്പിൽ താൻ എന്താ ചെയ്തത്? യേശുവുമായി എനിക്കൊരു അസോസിയേഷനും ഇല്ല എന്നാണ് പറഞ്ഞത് അല്ലേ? ഞാൻ ആ മനുഷ്യനെ അറിയുന്നില്ല. പക്ഷെ പിന്നത്തേതിൽ താൻ ദുഃഖിച്ച് ദൈവസന്നിധിയിലേക്ക് തിരിഞ്ഞു. ആ മൊമെന്റ് താൻ ചെയ്ത പാപം തന്നെ വളരെ ദുഃഖത്തിലേക്ക് ആഴ്ത്തിക്കളഞ്ഞു. അത് തന്നെ ഡിപ്രഷനിലേക്ക് ആഴ്ത്തിക്കളഞ്ഞു. ഞാൻ അങ്ങനെ പറയാം. എന്താ അങ്ങനെ പറയാൻ കാര്യം? ഡിപ്രഷനിലേക്ക് ആഴ്ത്തിക്കളഞ്ഞു എന്ന് പറഞ്ഞാൽ, എന്തിനെ ആണോ വിട്ട് യേശുവിനെ താൻ പിൻപറ്റിയത് അതേ സ്ഥലത്തേക്ക് പിന്നെ താൻ തിരിച്ച് പോയി. ഏതാ? വള്ളവും വലയും എടുത്തു. യേശു ഉയർത്തെഴുന്നേറ്റെന്ന് പറഞ്ഞിട്ട് ആർ വിശ്വസിച്ചില്ല? പത്രോസ് വിശ്വസിച്ചില്ല. ഒന്നും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു താഴ്ന്ന പ്രതലത്തിലേക്ക് താൻ പോയി. പക്ഷെ കർത്താവ് എന്ത് ചെയ്തു? അവനെ വന്ന് പിന്നെയും അവനെ തലോടി കുഞ്ഞെ എന്നൊക്കെ പറഞ്ഞ് അവനെ റിസ്റ്റോർ ചെയ്തു. പറഞ്ഞതിൻ്റെ ആശയം മനസ്സിലായല്ലോ? പാപത്തിൻ്റെ തീവ്രതയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കാൻ കൂടെ വേണ്ടിയാണ് ഞാനത് പറയുന്നത്.
ഇതേ പ്രോസസ്സ് നമ്മുടെ ജീവിതത്തിൽ നടക്കണം. നമ്മൾ പാപങ്ങളെ കുറിച്ച് ദുഃഖിച്ച് മാനസാന്തരപ്പെട്ട് അവയെ തള്ളി പറയണം. എന്നിട്ട് നമ്മൾ അക്നോളജ് ചെയ്യണം. എന്താ? കർത്താവേ. പത്രോസിനോട് കർത്താവ് അവസാനം ഇന്ററാക്ട് ചെയ്യുമ്പോൾ, ശിമോനെ, നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട്. രണ്ടാമത് ചോദിച്ചു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട്. മൂന്നാമത് ചോദിച്ചു, താൻ അവിടെ പറയുന്ന വാക്ക് എന്താണെന്ന് അറിയാമോ? കർത്താവേ, നീ സകലവും അറിയുന്നു. കർത്താവേ, നീ സകലവും അറിയുന്നു. എന്താ അത് അർത്ഥമാക്കുന്നത്? അവന്റെ ലോർഡ്ഷിപ്പ് എന്ന വിഷയത്തിൽ അവൻ സീരിയസ്ലി തെറ്റിപ്പോയി. അവൻ കർത്താവായിരുന്നു മുമ്പ്, അല്ലേ? നിങ്ങൾക്ക് പോകാൻ മനസ്സുണ്ടെങ്കിൽ പൊക്കോ എന്ന് പറഞ്ഞപ്പോൾ പത്രോസ പറഞ്ഞു, നാഥ, ഞങ്ങൾ ആരുടെ അടുക്കിലേക്കാണ് പോകുന്നത്? നിന്റെ കയ്യിലാണ് ഇതൊക്കെ ഉള്ളത്, നിത്യജീവന്റെ വചനങ്ങൾ. ഇതൊക്കെ പറഞ്ഞതാ. കർത്താവേ, എല്ലാവരും നിന്നെ തള്ളിപ്പറഞ്ഞാലും ഞാൻ നിന്നെ തള്ളിപ്പറയില്ല. ഇപ്പൊ ആ കർത്താവിനെ ഞാൻ അറിയുന്നില്ല എന്ന് പറഞ്ഞു. പിന്നീട് താൻ പറയാ, കർത്താവേ, നീ സകലവും അറിയുന്നു, എനിക്ക് നിന്നോട് സ്നേഹമുണ്ട് എന്നും നീ അറിയുന്നു. ഒരു വളരെ ഓപ്പൺ ആയിട്ടുള്ള ഒരു അക്നോളജ്മെന്റ് ആണ് പത്രോസ് പറയുന്നത്. എന്താ? എൻ്റെ ഭാഷയിൽ പറഞ്ഞ, കർത്താവേ, എനിക്ക് നന്നായി ജീവിക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ട്, പക്ഷെ എന്നെ കൊണ്ട് പറ്റണല്ലേ. പച്ച വാക്ക് പറഞ്ഞ് എങ്ങനെയാ പറഞ്ഞു എൻ്റെ ആശയം. കർത്താവ് അവനെ കൈവിട്ടില്ല. കർത്താവ് അവനെ ഹീൽ ചെയ്തു, റിസ്റ്റോർ ചെയ്തു. പിന്നീട് ഒരിക്കലും ഈ പാപം തന്നിൽ കടന്നു വന്നിട്ടില്ല. നമ്മൾ പാപത്തോടുള്ള ബന്ധത്തിൽ റിനൗൺസ് ചെയ്താൽ മാത്രം പോരാ, നമ്മെ തന്നെ പിന്നെയും അവൻ്റെ കർത്തൃത്വത്തിലേക്ക് സമർപ്പിക്കണം. നിങ്ങളത് നിസ്സാര കാര്യമായിട്ട് ചിന്തിക്കരുത്. ഞാൻ പറയാം, നമ്മൾ വിചാരിക്കും ഞാൻ ഒരിക്കൽ രക്ഷിക്കപ്പെട്ടാൽ പിന്നെ ഞാൻ എന്നേക്കും രക്ഷിക്കപ്പെട്ടു. ശരിയാ, പ്രൊവൈഡഡ് യു റാറ്റിഫൈ യുവർ ലോർഡ്ഷിപ്പ്. പറഞ്ഞതിൻ്റെ ആശയം മനസ്സിലായോ? അതായത് നീ യേശുവിനോടൊരു വാക്ക് കൊടുത്തതാ. എന്താണ്? നീ എൻ്റെ കർത്താവാണ്, അല്ലേ? അങ്ങനെ പറഞ്ഞിട്ടല്ലേ നമ്മുടെ യാത്ര ആരംഭിച്ചത്. ഇടയ്ക്ക് വെച്ച് ഞാൻ പാപം ചെയ്യുന്നു, കർത്താവിനെ തള്ളിക്കളയുന്നു. കർത്താവിൻ്റെ കർത്തൃത്വത്തെ ഞാൻ എൻ്റെ പ്രവൃത്തിയാൽ നിഷേധിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ രക്ഷ നഷ്ടപ്പെട്ടു പോകുമോ? ആത്മരക്ഷ ഒരിക്കലും നഷ്ടപ്പെട്ടു പോവുകയില്ല. കാരണം എന്താ? അവൻ നിത്യസ്നേഹത്താലാണ് നമ്മെ സ്നേഹിച്ചിരിക്കുന്നത്. പക്ഷേ എൻ്റെ കർത്താവുമായിട്ടുള്ള എൻ്റെ ബന്ധത്തിന് ഒരു തകരാറവിടെ വന്നിട്ടുണ്ട്. അതെന്താ? എൻ്റെ പാപം നിമിത്തം എൻ്റെ കർത്താവിനോടുള്ള എൻ്റെ നിയമത്തെ, ഉടമ്പടിയെ ഞാൻ ബ്രേക്ക് ചെയ്തു. അവിടെ ഞാൻ പറഞ്ഞത് മനസ്സിലായോ? ഭാര്യയും പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടി നിങ്ങളുടെ ഭാഷയില്ല, എൻ്റെ ഇപ്പം നമുക്കറിയാവുന്നൊരു ഭാഷയിൽ പറയാം. ഭാര്യയും ഭർത്താവും ഒരു ഉടമ്പടി ചെയ്തിട്ടാണ് ജീവിതം ആരംഭിക്കുന്നത്, അല്ലേ? ഭാര്യയും ഭർത്താവും ഒരു ഉടമ്പടി ചെയ്തിട്ടാണ് ജീവിതം ആരംഭിക്കുന്നത്. ഞാൻ നിനക്ക് നീ എൻ്റെ ഏക ഭാര്യയായിരിക്കും എന്ന് ഭർത്താവ് പറയുന്നു, ഭാര്യ പറയുന്നു നീ എനിക്ക് ഏക ഭർത്താവായിരിക്കും. ഇതാരെങ്കിലും ഒരാൾ വയലേറ്റ് ചെയ്താൽ, ആരെങ്കിലും ഒരാൾ ഇതിനെ തെറ്റിച്ചാൽ, സാരില്ല എന്ന് പറഞ്ഞ് പോകാൻ പറ്റുമോ? ഒരു ക്ഷമാപണം അവിടെ ആവശ്യമായിട്ട് വരും. കാരണം നിയമം ലംഘിച്ചു, ഉടമ്പടി ലംഘിച്ചു. നമ്മൾ കർത്തൃത്വം ഒക്കെ അതൊക്കെ വലിയ സഹാരമില്ല. ഇതാണ് നമ്മുടെ ആറ്റിറ്റ്യൂഡ്. അതാണ് നമ്മൾ പാപത്തെ പോഷിപ്പിക്കുന്നത്. എൻ്റെ പ്രിയമുള്ളവരെ, നമ്മളെ പോലെയാണ് കർത്താവ് ചിന്തിക്കുന്നതെങ്കിൽ ഒരെണ്ണം സ്വർഗത്തിൽ പോവില്ല. ഞാൻ പറഞ്ഞത് മനസ്സിലായിണ്ടാവില്ല. നമ്മൾ കർത്തൃത്വത്തോട് കാണിക്കുന്ന ആറ്റിറ്റ്യൂഡിന് കർത്താവ് അതുപോലെ റെസ്പോണ്ട് ചെയ്താൽ നമ്മളൊന്നും സ്വർഗത്തിൽ പോവില്ല. അതെന്താന്ന് ചോദിച്ചാൽ, നമ്മൾ സൗകര്യമുള്ളപ്പോഴൊക്കെ ഇങ്ങനെ കർത്താവിനെ മാറ്റി നിർത്തി നമ്മുടെ കാര്യങ്ങൾ ചെയ്യും. കർത്താവ് അതുപോലെ അങ്ങനെയാണെങ്കിൽ സൗകര്യമുള്ളപ്പോഴൊക്കെ നമ്മളെ മാറ്റി നിർത്തി തൻ്റെ പരിപാടിയായിട്ട് മുന്നോട്ട് പോയാൽ നമ്മളൊന്നും അങ്ങോട്ട് ചെല്ലണ വിഷയം ഇല്ല. പക്ഷേ അവൻ്റെ സ്വഭാവത്തെ ത്യജിപ്പാൻ അവന് കഴിയില്ല. സ്തോത്രം. അതുകൊണ്ടാണ് നമ്മൾ ജീവിച്ചു പോകുന്നത്. പക്ഷേ അതൊരു ലൈസൻസ് അല്ല. ഏതിന്? കർത്തൃത്വത്തെ ലംഘിക്കാൻ. നമ്മൾ പാപം ചെയ്യുമ്പോൾ പച്ചയായ ഭാഷയിൽ പറഞ്ഞാൽ കർത്താവിനെ അങ്ങ് മാറ്റി നിർത്തുകയാണ് നമ്മുടെ ജീവിതത്തിൽ നിന്ന്. എന്നിട്ടാ പാപം ചെയ്യുന്നത്. മനസ്സിലായോ?
അപ്പോൾ പാപം ചെയ്തതിനെക്കുറിച്ച് എനിക്ക് ബോധം വരുമ്പോൾ ഞാൻ എന്താ ചെയ്യണ്ടേ? കർത്താവിനോടുള്ള ബന്ധം ആദ്യം ശരിയാക്കണം. കർത്താവിൻ്റെ മുമ്പാകെ പോയി പറയണം, കർത്താവെ, നിന്റെ കർത്തൃത്വത്തെ ഞാൻ തുച്ഛീകരിച്ചു, അപമാനിച്ചു, ഞാൻ പറഞ്ഞ വാക്ക് ലംഘിച്ചു, എന്നോട് ക്ഷമിക്കണം. അവിടെ നിന്നാ പിന്നെ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. യാഗം അർപ്പിക്കുന്നതിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ഓരോ ലംഘനത്തിനും പോയി യാഗം അർപ്പിക്കണം. അവിടെ നിന്ന് അടുത്ത സ്റ്റാർട്ടിംഗ് പോയിന്റ്. നമ്മൾ പാപത്തെ ലഘുവായി കാണരുത്, കർത്തൃത്വത്തെയും ലഘുവായി കാണരുത്. നമ്മൾ വാക്ക് കൊടുത്തതാ കർത്താവിനോട്. എന്താ? യേശുവേ, നീയാണ് എൻ്റെ കർത്താവ്. എന്താ കർത്താവ് എന്നുള്ള വാക്കിന്റെ അർത്ഥം? എൻ്റെ യജമാനൻ. യജമാനന്റെ ആജ്ഞയ്ക്ക് അപ്പുറത്ത് ദാസന് നിൽക്കാൻ പാടുണ്ടോ? ഇല്ല. അങ്ങനെ ചെയ്താൽ എന്താ കിട്ടുക? പഴയ നിയമത്തിലാണെങ്കിൽ നല്ല അടി കിട്ടും. ദാസനോടുള്ള ബന്ധത്തിന് ഒരു തടസ്സം വരും അവിടെ. എൻ്റെ പ്രിയമുള്ളവരെ, കർത്തൃത്വത്തെ മാനിക്കണം. നമ്മൾ റീഡെഡിക്കേറ്റ് ചെയ്യണം. നമ്മളെ കർത്താവിൻ്റെ മുമ്പാകെ പോയി താണു വീണ് അപേക്ഷിച്ച് കർത്താവിനോട് നിരപ്പ് പ്രാപിച്ച്, ഇനി ഞാൻ ആ വഴിക്ക് പോവുകയില്ല കർത്താവേ എന്ന് പറഞ്ഞ് അവനുമായി ബന്ധം നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ ഇടയാകണം. ദാവീദ് രാജാവ് 51-ാം സങ്കീർത്തനം എഴുതിയത് നമ്മൾ വായിക്കുന്നുണ്ട് അല്ലേ? ദാവീദ് രാജാവ് ആ ഒരു സങ്കീർത്തനം എഴുതിയിരിക്കുന്നതിൻ്റെ പശ്ചാത്തലം അവനും അവൻ്റെ ഇടയനായ യഹോവയും തമ്മിലുള്ള ബന്ധത്തിന് വന്ന തകരാർ നിമിത്തമാണ്. 23-ാം സങ്കീർത്തനത്തിൽ അവൻ, യഹോവ എൻ്റെ ഇടയനാണ്, അവൻ എന്നെ പച്ചയായ പുൽപ്പുറങ്ങളിൽ എല്ലാം മനോഹരമായതാ. ഇവിടെ വന്നപ്പോൾ ദാവീദ് പറയാണ്, എൻ്റെ അസ്ഥികളൊക്കെ തകർന്നിരിക്കുകയാണ് കർത്താവേ, ഞാൻ നിന്നിൽ നിന്ന് അകന്നു പോയി, എന്നെ അങ്ങ് ശുദ്ധീകരിക്കണം, എൻ്റെ രക്ഷയുടെ സന്തോഷം എനിക്ക് തിരിച്ച് തരണം, നീ ഒടിച്ച അസ്ഥികൾ ഉല്ലസിക്കട്ടെ. മനസ്സിലായി? ഒരു ടോട്ടലി ഷാറ്റേർഡ് പേഴ്സണാലിറ്റിയാണ് നമ്മളവിടെ കാണുന്നത്. തകർന്നു പോയൊരു വ്യക്തി. വാസ്തവത്തിൽ ദൈവത്തിൻ്റെ സ്നേഹത്തിന് എന്തെങ്കിലും കുറവ് വന്നിട്ടുണ്ടോ? ഇല്ല. പിന്നെ ആരുടെ ഭാഗത്ത് നിന്നാ കുറവ് വന്നിരിക്കുന്നത്? തകർന്നു പോയത് ദാവീദ് ആ സങ്കീർത്തനം എഴുതിയിരിക്കുന്നത് മൊത്തത്തിൽ കർത്താവെ എന്നെ യഥാസ്ഥാനപ്പെടുത്തണമേ എന്നതാണ് അതിൻ്റെ ആശയം. ഇത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടതാ പ്രിയമുള്ളവരെ. നമ്മൾ രക്ഷിക്കപ്പെട്ടവരാണെന്നുള്ളത് കൊണ്ട് ഇങ്ങനെ ലൈറ്റായിട്ടുള്ളൊരു ലൈഫ് സ്റ്റൈൽ നമുക്ക് ഉണ്ടാകാൻ പാടില്ല. എന്താ? പാപം ചെയ്താലും സാരില്ല, കർത്താവ് രക്തം ചൊരിഞ്ഞതല്ലേ, അതൊക്കെ ക്ഷമിച്ചോളും. അങ്ങനെ ചെയ്യരുത്. അത് തെറ്റാണ്. കർത്തൃത്വത്തെ അപമാനിക്കുകയാണ് നാം ചെയ്യുന്നത്. പാപം ചെയ്യാൻ നമുക്ക് രക്ഷിക്കപ്പെട്ടു എന്നുള്ളതുകൊണ്ട് ദൈവം ലൈസൻസ് തന്നിട്ടില്ല. മറിച്ച് പാപം ചെയ്യാതെ ജീവിക്കുവാനാണ് ദൈവം നമ്മെ തിരഞ്ഞ് എടുത്തിരിക്കുന്നത്. നമ്മൾ തെസ്സലോനിക്ക ലേഖനത്തിൽ വായിക്കുന്ന ഇങ്ങനെയാണ്, ദൈവത്തിൻ്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. അതിനുവേണ്ടിയാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമ്മളക്കാര്യത്തിൽ വളരെ കെയർഫുൾ ആയിരിക്കേണ്ടത് ആവശ്യമാണ്. യിരെമ്യാവ് 32:40 ഇങ്ങനെ വായിക്കുന്നു, ഞാൻ അവരെ വിട്ടുപിരിയാതെ അവർക്ക് നന്മ ചെയ്തുകൊണ്ടിരിക്കും എന്നിങ്ങനെ ഞാൻ അവരോടൊരു ശാശ്വത നിയമം ചെയ്യും. അവർ എന്നെ വിട്ടുമാറാതെ ഇരിപ്പാൻ, ശ്രദ്ധിക്കുക കേട്ടോ ഈ പദം, അവർ എന്നെ വിട്ടുമാറാതെ ഇരിപ്പാൻ എങ്കലുള്ള ഭക്തി ഞാൻ അവരുടെ ഹൃദയത്തിലാക്കും. എങ്കലുള്ള ഭക്തി ഞാൻ അവരുടെ ഹൃദയത്തിൽ ആക്കും. അപ്പോൾ തത്വത്തിൽ നമ്മെ ദൈവത്തിൽ നിന്ന് അകന്നു പോകാതിരിക്കാൻ സഹായിക്കുന്നത് ആരാണ്? ഉത്തരവിടെ തന്നിട്ടുണ്ട്, ദൈവം തന്നെയാണ്. നമ്മെ ഭക്തന്മാരായി ജീവിക്കാൻ സഹായിക്കുന്നത് നമ്മളല്ല, പിന്നെ ആരാണ്? ദൈവമാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ദൈവവുമായിട്ടുള്ള നമ്മുടെ ബന്ധം ശരിക്ക് നിർത്തണം. ഇല്ലെങ്കിൽ നമ്മൾ താളടിയായി പോകും. പത്രോസിനോടുള്ള ബന്ധത്തിൽ കർത്താവ് പറഞ്ഞു, നിന്നെ പാറ്റിക്കളയേണ്ടതിന് സാത്താൻ എന്നോട് അനുവാദം ചോദിച്ചു, എന്നാൽ നിന്റെ വിശ്വാസം പോയി പോകാതിരിപ്പാൻ ഞാൻ നിനക്ക് വേണ്ടി അപേക്ഷിച്ചു. ഇപ്പം ആരുടെ അടുത്താണ് പോയി ചോദിച്ചത്? പിതാവിൻ്റെ അടുക്ക പോയിട്ട് സാത്താൻ ചോദിച്ചു. ആരെ? പത്രോസിനെ. പക്ഷെ മധ്യസ്ഥൻ അവിടെ ഇടപെട്ടു, പറ്റില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് അവൻ പറഞ്ഞ വാക്ക് നിമിത്തം, ആരാ? പത്രോസ് എന്താ പറഞ്ഞേ? ഞാൻ ഒരു നാളും തള്ളിപ്പറയില്ല, എല്ലാവരും തള്ളിപ്പറഞ്ഞാലും ഞാൻ തള്ളിപ്പറയില്ല. അത് നിമിത്തം ദൈവം അവൻ്റെ ബലഹീനത കാണിച്ചു കൊടുക്കേണ്ടതിന്
ഒരു നേരത്തേക്ക് അവനെ ഏൽപ്പിച്ചു കൊടുത്തു. അവൻ കർത്താവിനെ തള്ളിപ്പറഞ്ഞു. പക്ഷേ കൈവിട്ടില്ല കർത്താവ്, അവനെ റിസ്റ്റോർ ചെയ്തു. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ ആരും ചിന്തിക്കണ്ട നമ്മുടെ മിടുക്കുകൊണ്ട് നമ്മൾ നന്നായി ജീവിക്കുമെന്ന്. നോ, ദി ആൻസർ ഈസ് എ ബിഗ് സീറോ. ഒരിക്കലും സംഭവിക്കുകയില്ല. ദൈവമാണ് നമുക്ക് ഭക്തി നൽകുന്നത്. അതുകൊണ്ട് ദൈവത്തിൻ്റെ കർത്തൃത്വത്തെ, കർത്താവിൻ്റെ കർത്തൃത്വത്തെ ശരിയായി നിലനിർത്തി മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് നമ്മുടെ ആവശ്യമാണ്. അല്ലെങ്കിൽ ഭക്തനായിരിക്കാൻ പറ്റില്ല. പറഞ്ഞ് മനസ്സിലായല്ലോ? അതുകൊണ്ട് ദൈവത്തിൻ്റെ പ്രവൃത്തികൾക്കായിട്ട് നമ്മെ സമ്പൂർണ്ണമായിട്ട് സമർപ്പിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാനായിട്ട് കഴിയുന്ന കാര്യം. കുറച്ച് വാക്യങ്ങളും കൂടെ വായിക്കാനായിട്ടുണ്ട്, എന്നാൽ അത് ഇന്ന് വായിക്കാനായിട്ട് നമുക്ക് സമയമില്ല. അപ്പോൾ റീഡെഡിക്കേഷൻ ചെയ്യണം. ഈ റീഡെഡിക്കേഷൻ ചെയ്ത് കഴിയുമ്പോഴാണ് അടുത്ത സ്റ്റെപ്പിലേക്ക് നമുക്ക് കടക്കാനായിട്ട് സാധിക്കുക. അത് റിസ്റ്റോറേഷൻ എന്നുള്ളതാണ്. ദൈവം നമ്മെ റിസ്റ്റോർ ചെയ്യും പഴയ അവസ്ഥയിലേക്ക്. പത്രോസിന്റെ ജീവിതത്തിൽ ആ റിസ്റ്റോറേഷൻ പിന്നീട് സംഭവിച്ചു. അതാണ് കടൽക്കര വെച്ച് തുടങ്ങിയത്. കർത്താവ് അവനെ ഹീൽ ചെയ്യാൻ തുടങ്ങി. അവൻ പിന്നീട് കർത്താവിൻ്റെ സാക്ഷിയായി നിലനിന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ഈ സ്റ്റെപ്പുകൾ നമ്മൾ ഫോളോ ചെയ്യണം. കഴിഞ്ഞ കാലങ്ങളിൽ നമ്മളിൽ വന്നു പോയിട്ടുള്ള ഓരോ തെറ്റുകൾ, കുറവുകൾ നമ്മൾ ദൈവസന്നിധിയിൽ പോയി ക്ഷമ ചോദിക്കുക. നമ്മൾ എല്ലാം ഓർത്തിരിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, എന്നാൽ ഞാൻ പറയാം, ഓർക്കുന്നതൊക്കെ പോയി പറയുക. അതുപോലെ തുടരെ നമ്മളിൽ സംഭവിക്കുന്ന പാപങ്ങൾ, എബ്രായ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, മുറുകെ പറ്റുന്ന പാപങ്ങൾ. ഈ മുറുകെ പറ്റുന്ന പാപം, കഴിഞ്ഞ ദിവസം എന്നോട് ഒരു സഹോദരൻ ചോദിച്ചു, എന്താ സഹോദരൻ മുറുകെ പറ്റുന്ന പാപം? ഒരേ പാപത്തിൽ ഞാൻ പല പ്രാവശ്യം വീഴുന്നു. അത് മുറുകെ പറ്റുന്ന പാപമാണ്. ഇത് മാറ്റാൻ കഴിയുന്നത് ഒരാളേ ഉള്ളൂ, ഒരു ഡോക്ടറേ ഉള്ളൂ ചികിത്സിക്കാൻ കഴിയുന്നവൻ, കർത്താവായ യേശുക്രിസ്തു. വിശ്വാസികളോടാണ് എബ്രായ ലേഖനത്തിൽ അത് പറയുന്നത്. അതുകൊണ്ട് സഹോദരന്മാരെ, സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവരെ എന്ന് പറഞ്ഞിട്ട് പറയുന്നത് സഹോദരന്മാരോടാണ്. മുറുകെ പറ്റുന്ന പാപം വിടണം. മുറുകെ പറ്റുന്ന പാപം വിശ്വാസികൾക്കുണ്ട്. പക്ഷെ അതിനെ ഹീൽ ചെയ്യാൻ കഴിയുന്ന ഒരുത്തനുണ്ട്, കർത്താവായ യേശുക്രിസ്തു. അവൻ്റെ അടുക്കൽ പോകണം. അടുത്ത ആഴ്ച നമുക്ക് ആ വിഷയം ചിന്തിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഈ ദിവസങ്ങളിലൊക്കെ നിങ്ങളോട് ഞാൻ സംസാരിക്കുന്ന ഒരുക്കത്തെക്കുറിച്ചാണ്. നിങ്ങൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കണം. ഈ വിഷയത്തെ പ്രതി നിങ്ങളെ തന്നെ സമർപ്പിക്കണം. കുറവുകളെ ഏറ്റുപറയണം, മാനസാന്തരപ്പെടണം, പാപങ്ങളെ തള്ളിപ്പറയണം, കർത്താവുമായിട്ടുള്ള നമ്മുടെ ബന്ധം ശരിയാക്കണം. ഇതൊന്നും കൂടാതെ ദൈവഭക്തനായിരിക്കാമെന്ന് സ്വപ്നം കണ്ടാൽ അത് സ്വപ്നം മാത്രമായിരിക്കും, യാഥാർത്ഥ്യം ആകയില്ല. ഞാനത് 100% ഉറപ്പായിട്ട് പറയാം. അത് യാഥാർത്ഥ്യമാകയില്ല. സ്വപ്നം കണ്ടിരിക്കാം. എന്നാൽ തങ്ങളുടെ വഴികളെ നേരെയാക്കുന്നവനിൽ ദൈവം പ്രസാദിക്കുന്നു. അവനെ ദൈവം തങ്കലുള്ള ഭക്തി അവൻ്റെ ഉള്ളിലേക്ക് കൊടുക്കും. അപ്പോൾ ഭക്തനായിട്ട് അവൻ ജീവിക്കും. അതാണ് നമുക്ക് ആവശ്യം. അതിനായിട്ട് നമുക്ക് സ്ട്രൈവ് ചെയ്യാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.